വെറുതെ കേട്ടിരിക്കുകയാണെങ്കിൽ ഇതിനു മുമ്പ് പോലെയേ ആവുകയുള്ളൂ. ഇതിനു മുമ്പ് അനവധി നല്ല കാര്യങ്ങൾ, അനവധി പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മൾ കേട്ടതാണ്. പലതും പഠിക്കാൻ തുടങ്ങിയ അന്നു മുതൽ കേട്ടുകൊണ്ടേയിരിക്കുന്നവരാണ് നമ്മളെങ്കിലും നമ്മുടെ ഒന്നും ജീവിതത്തിൽ അത് അനുവർത്തിച്ച് കാണുന്നില്ല. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ശരിയാണ് എന്ന് നമുക്കറിയാവുന്ന പലതും സന്ദർഭം വരുമ്പോൾ, സാഹചര്യം വരുമ്പോൾ അനുവർത്തിക്കുവാൻ നമുക്ക് സാധിക്കാതെ വരുന്നു. അതിന് കാരണം കേട്ടതൊന്നും നമ്മുടെ അഭിപ്രായമായി മാറിയില്ല എന്നുള്ളതുകൊണ്ടാണ്. ഒരാൾ അഭിപ്രായം എത്ര തന്നെ ശ്രേഷ്ഠമാണെങ്കിലും അഭിപ്രായപ്രകാരം പ്രവർത്തിക്കാൻ സാധിക്കില്ല. എനിക്ക് എൻ്റെ അഭിപ്രായപ്രകാരം മാത്രമേ പ്രവർത്തിക്കുവാനും ജീവിക്കുവാനും സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ അഭിപ്രായപ്രകാരം മാത്രമേ പ്രവർത്തിക്കുവാനും ജീവിക്കുവാനും സാധിക്കുകയുള്ളൂ. കേൾക്കുമ്പോൾ, ആശയങ്ങൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ അത് വളരെ ഗംഭീരമാണെന്ന് നമുക്ക് തോന്നും, വളരെ നന്നായി എന്നും നമുക്ക് തോന്നും. പക്ഷേ അത് നമ്മുടേതായില്ല എങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അതുകൊണ്ട് കേൾക്കുന്നത് നമ്മുടേതാകണമെന്നുണ്ടെങ്കിൽ കേൾക്കുന്നതിനോടൊപ്പം നമ്മളും ചിന്തിച്ചേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് ഈ 5 ദിവസങ്ങളിലായി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരുമിച്ചിരുന്നാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഞാൻ ഉറക്കെ പറയുന്നു, നിങ്ങൾ ഉറക്കെ പറയുന്നില്ല എന്ന വ്യത്യാസം മാത്രമേ അതിനുണ്ടാവുന്നുള്ളൂ. നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോവുകയാണ്. ചിന്തയുടെ അവസാനം വേണ്ടത് സ്വീകരിക്കുകയും വേണ്ടാത്തത് തള്ളിക്കളയുവാനും ഉള്ള സ്വാതന്ത്ര്യവും നമുക്കുണ്ടാകും. നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഈ ഹാളിനെ കുറച്ചും കൂടി ധന്യമാക്കാമെന്നല്ലാതെ, നമ്മൾ കേട്ടതെല്ലാം കേട്ടുകഴിഞ്ഞ് ഇരുന്ന കസേരയിൽ തന്നെ വെച്ചിട്ട് പോവുകയാണെങ്കിൽ കസേരകളെ കുറച്ചുകൂടി ധന്യമാക്കാമെന്നല്ലാതെ നമ്മുടെ സമയം വെറുതെയാകും. അതുകൊണ്ട് ഒരുമിച്ച് നമ്മൾ ചിന്തിക്കും. ഒരു പക്ഷേ കേൾക്കാൻ പോകുന്ന ആശയങ്ങളിൽ ചിലത് നമുക്ക് സ്വീകാര്യമായി കൊള്ളണമെന്നില്ല, നമ്മൾ കേട്ടു പഴകിച്ചതായിക്കൊള്ളണമെന്നില്ല നമ്മൾ കേൾക്കാൻ പോകുന്നതെങ്കിലും കേൾക്കുന്നതിനോടൊപ്പം ചിന്തിച്ചതിന് ശേഷം നമുക്കൊരു പുനഃപരിശോധനയ്ക്കും പുനർവായനയ്ക്കും വിധേയമാക്കിയിട്ട് അതിനെ തള്ളാനും കൊള്ളാനുമുള്ള പൂർണ്ണ അധികാരമുണ്ട്. പക്ഷെ കേൾക്കുമ്പോൾ സ്വാഭിപ്രായം അതിന് വിരുദ്ധമാണെങ്കിലും അതിനനുകൂലമല്ലെങ്കിലും ഒന്ന് മാറ്റിവെച്ചിട്ട് കേൾക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് 2 പ്രധാന കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഇത് ഒരു പുതിയ സംഘടനയുടെ തുടക്കമല്ല. ഈ ഒരു ആത്മസമീക്ഷ എന്ന് പറയുന്ന പരിപാടി പുതിയ ഒരു സംഘടനയ്ക്കും പുതിയ ഒരു പ്രസ്ഥാനത്തിനും വഴിതെളിക്കുന്നതൊന്നല്ല. കേവലം 5 ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ബന്ധം മാത്രമേ നമ്മൾ തമ്മിലുണ്ടാവുകയുള്ളൂ. 5ാമത്തെ ദിവസം 8 മണി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വഴിക്കും നിങ്ങൾ നിങ്ങളുടെ വഴിക്കുമാണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടതുകൊണ്ടോ കേൾപ്പിച്ചതുകൊണ്ടോ യാതൊരു ബാധ്യതയും ഉണ്ടാകുന്നതല്ല. ഒരു പുതിയ സംഘടനയോ പുതിയ പ്രസ്ഥാനമോ ഇവിടെ ആവശ്യമില്ല. കാരണം ആവശ്യത്തിലുമധികം പ്രസ്ഥാനങ്ങളും ആവശ്യത്തിലുമധികം സംഘടനകളും ഇന്ന് കേരളത്തിൽ ഉണ്ട്. ഒരു പക്ഷേ ചിലപ്പോൾ പലപ്പോഴും തോന്നാറുമുണ്ട് നമുക്ക്, ഇത്രയധികം സംഘടനകളും ഇത്രയധികം പ്രസ്ഥാനങ്ങളുമുള്ളതല്ലേ നമുക്ക് ബുദ്ധിമുട്ടുള്ളതിൻ്റെ കാരണം എന്നും നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഇതൊരു പുതിയ സംഘടനയുടെയോ പുതിയ പ്രസ്ഥാനത്തിൻ്റെയോ തുടക്കമല്ല, ഒരു പുതിയ ഗുരുവിൻ്റെ ആവിർഭാവവും അല്ല. പുതിയ ഒരു ഗുരു, പുതിയ ഒരു വഴിത്താര, പുതിയ ഒരു സാധനാ സമ്പ്രദായം അതിൻ്റെ ഒന്നിൻ്റെയും ആരംഭമല്ല. നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ പരസ്പരം ഒരുമിച്ചിരുന്ന് ചിന്തിക്കുകയാണ്. കാരണം നമുക്ക് നമ്മുടെ ജീവിതത്തിനോടും നമ്മുടെ ചുറ്റുപാടുകളിനോടും നമ്മുടെ സമൂഹത്തിനോടും പ്രതിബദ്ധതയുണ്ട് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട്. അതുകൊണ്ടൊരു സംഘടനയുടെയോ ഒരു ഗുരുവിൻ്റെയോ പുതിയ ആവിർഭാവമല്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ. അങ്ങനെ സംശയം ആരുടെയെങ്കിലും മനസ്സിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാറ്റിവെക്കാവുന്നതാണ്. യാതൊരു സംശയവും വേണ്ട, ഇത് അങ്ങനെയുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല. നേരെ മറിച്ച് ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? നമ്മുടെ ജീവിതത്തെ മഹർഷീശ്വരന്മാരുടെ അഭിപ്രായങ്ങൾക്ക് വിധേയമാക്കി ഒരു പുനർവിചിന്തനത്തിന് വേദിയൊരുക്കുക.
നമ്മൾ ഇതുവരെ ചെയ്തതും ചെയ്യാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളെ ഒന്ന് പുനഃപരിശോധിക്കുക. പല ആശയങ്ങളും ഒരു പക്ഷെ നേരത്തെ കേട്ടവയായിരിക്കാം. പക്ഷേ ആധ്യാത്മികതയിൽ ആവർത്തനം ഒരു പ്രത്യേക കാര്യമല്ല. ആവർത്തിച്ച് കേൾക്കുമ്പോഴാണ് അത് നമ്മുടേതായി തീരുന്നത്. അതുകൊണ്ട് വളരെ ഗൗരവപൂർണമായിട്ടുള്ള 5 ദിവസങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ജീവിത രീതിയെ ഒന്ന് അവലോകനം ചെയ്തുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. പൈതൃകം സംഭാവന ചെയ്തവരൊന്നും വിഭാവന ചെയ്തതുപോലെയല്ല നമ്മൾ ജീവിക്കുന്നത്. കുന്തിദേവി അതിനൊരു വലിയ ഉദാഹരണമാണ്. ശ്രീകൃഷ്ണ പരമാത്മാവിനോട് ഒരിക്കൽ പോലും തന്റെ ഭർത്താവിന്റെ അസുഖം മാറ്റിത്തരണം എന്ന് പറഞ്ഞിട്ടില്ല. ഒരിക്കൽ പോലും തന്റെ മക്കൾക്ക് രാജ്യം തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല. ഒരിക്കൽ പോലും തനിക്ക് വേണ്ടി ഒരു കാര്യവും കുന്തിദേവി ചോദിച്ചിട്ടില്ല. ആകെ പ്രാർത്ഥിച്ചതെന്താ? ഭഗവാനെ, പ്രാപഞ്ചികമായിട്ടുള്ള ദുരിതങ്ങൾ എനിക്ക് ഇനിയും തരണേ. എന്തൊരു വിഡ്ഢിയാ കുന്തിദേവി, ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്റെയോ നിങ്ങളുടെയൊക്കെ മുമ്പിൽ ഒന്ന് കൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ടിരുന്നെങ്കിൽ നമുക്ക് കുന്തിദേവിക്ക് കാണിച്ചു കൊടുക്കാമായിരുന്നു, എന്തൊക്കെ ചോദിക്കാം. അതുകൊണ്ടാ ഭഗവാൻ പ്രത്യക്ഷപ്പെടാത്തത്. പ്രത്യക്ഷപ്പെടാൻ മൂപ്പർക്ക് പേടിയാ, എപ്പോഴെങ്കിലും തിരിച്ചു പോകാൻ പറ്റുമോ എന്നുള്ള സംശയമാണ്. കാരണം അന്ന് കിട്ടിയാൽ മതി, പിന്നെ വിടുകയല്ലോ. അതുകൊണ്ട് കൃഷ്ണൻ തീരുമാനിച്ചു ഇനി വരണ്ടാണ്. കുന്തിദേവി പ്രാർത്ഥിച്ചത് ആകെ ദുരിതം വേണേന്നാണ്. വിഡ്ഢിയാണോ ദേവി? ചിന്തിക്കേണ്ടതാണ്. കുന്തിദേവി മഹാഭാരതത്തിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരുവളായ കുന്തിദേവി വിഡ്ഢിയാണോ? കുന്തിദേവി എന്തിനായിരിക്കും ദുരിതങ്ങളെ സ്വയം വരിച്ചത്? ആവശ്യത്തിന് ദുരിതമില്ലാഞ്ഞിട്ടാണോ? ദുർവാസാവിനെ കണ്ട് അന്ന് തുടങ്ങിയതാ ദുരിതം. ദുർവാസാവിനെ കണ്ട് ശുശ്രൂഷിച്ച് സംപ്രീതനായ ദുർവാസാവ് ഒരു മന്ത്രം ഉപദേശിച്ചു കൊടുത്തു. കന്യകയ്ക്ക് ഉപദേശിച്ചു കൊടുത്ത മന്ത്രമേ കുട്ടികളുണ്ടാവാനുള്ള മന്ത്രം. ദുർവാസാവിനും ഒരു വകതരവില്ലേ എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോവും. മന്ത്രം ഉപദേശിച്ചു കൊടുത്തപ്പം ബാലികയായിരുന്നു കുന്തിദേവി. ഏതൊരു ബാലികയ്ക്കും ഉള്ളതുപോലെ സഹജമായ ഒരു ജിജ്ഞാസ ആ ബാലികയ്ക്കും ഉണ്ടായിരുന്നു. അത് തെറ്റു പറയാൻ പറ്റില്ല. സഹജമായ ജിജ്ഞാസയുടെ പരിണത ഫലമായിട്ട് കുന്തിദേവി ഗർഭിണിയായി. സഹജമായ ജിജ്ഞാസയുടെ പരിണത ഫലമായിട്ട് മാത്രം കുന്തിദേവി ഒരു തെറ്റുകാരിയുമല്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതിന്റെ ജിജ്ഞാസയുടെ പരിണത ഫലമായിട്ട് തനിക്ക് കിട്ടിയ മന്ത്രം ഫലിക്കുമോ എന്ന ഒരു സംശയം നിവർത്തിക്കുവാൻ വേണ്ടി നടത്തിയ പരീക്ഷണം ദേവിയെ ഗർഭിണിയാക്കി. ആരുമറിയാതെ ആ ഗർഭം ഒളിപ്പിച്ചു. കാരണം മാനക്കേടാണ്. വിവാഹിതയാകാതെ ഗർഭിണിയായാൽ അന്നും ഇന്നും എന്നും ഏത് കാലത്തും സമൂഹത്തിന് മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അന്നത്തെ സമൂഹം തന്നെയാണ് ഇന്നും. അതുകൊണ്ട് ദേവി ആ ഗർഭമൊക്കെ ഒളിപ്പിച്ചു, പ്രസവിച്ചു. പ്രസവിച്ച അന്ന് ആ കടിഞ്ഞൂൽ പ്രസവത്തെ നീരിലൊഴുക്കിക്കളയേണ്ടി വന്നു. കടിഞ്ഞൂൽ പ്രസവത്തെ, നൊന്തു പ്രസവിച്ച ആദ്യത്തെ കുഞ്ഞിനെ നീറ്റിൽ ഒഴുക്കിക്കളയുമ്പോൾ ഉണ്ടാകുന്ന നീറ്റല് ഒരമ്മയ്ക്ക് മരണം വരെ നിലനിൽക്കും. മരിച്ചാലും അത് പോകുമോ എന്ന് സംശയമാണ്. എന്നും അത് കുന്തിദേവിയുടെ മനസ്സിനെ മഥിച്ചിരുന്നു. ആ നീറ്റല് എന്നും ഉണ്ടായിരുന്നു ആ അമ്മയ്ക്ക്. അത്രയൊന്നും നീറ്റല് നമ്മൾക്കാർക്കും ഇല്ലല്ലോ. അപ്പൊ കുന്തിദേവി അന്ന് തുടങ്ങിയതാണ് കുന്തിദേവിയുടെ ദുരിതം. കുന്തിദേവിയുടേതല്ലാത്ത കാരണം കൊണ്ട്, കുന്തിദേവി തെറ്റ് ചെയ്തിട്ടാണെങ്കിൽ ആ ദുഃഖം അനുഭവിക്കുന്നതിൽ ന്യായമുണ്ട്. കുന്തിദേവി ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു തെറ്റും ചെയ്യാത്ത കുന്തിദേവിക്ക് അന്ന് തുടങ്ങിയതാണ് ശാപം, നീറ്റല്. അത് കഴിഞ്ഞ് കല്യാണം കഴിച്ചു. വിവാഹം കഴിച്ചപ്പോൾ തന്റെ ഭർത്താവിന്റെ കൊള്ളരുതായി മകൾക്കുണ്ട്. തന്റേതല്ലാത്ത കാരണം കൊണ്ട് ശാപഗ്രസ്തനായി പാണ്ഡു കാട്ടിലേക്ക് പോയി. കൂടെ ഭാര്യമാർ രണ്ടുപേരും പോയി. അവിടെയും കുന്തിദേവിയുടെ തെറ്റുകൊണ്ടല്ല ദേവി കാട്ടിലേക്ക് പോകേണ്ടി വന്നത്. ഭർത്താവിന്റെ തെറ്റുകൊണ്ട് കുന്തിദേവിക്ക് കാട്ടിലേക്ക് പോകേണ്ടി വന്നു. ആ പട്ടമഹിഷിയായി കഴിഞ്ഞിരുന്ന അന്തഃപുരം വിട്ട് കൊടും കാട്ടിലേക്ക് പോയി ജീവിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് മക്കളൊക്കെ ഉണ്ടായി. മക്കളൊക്കെ വലുതായപ്പോൾ മക്കളുടെ കൊള്ളരുതായ്മ കൊണ്ട് വീണ്ടും കാട്ടിലേക്ക് പോകേണ്ടി വന്നു. ഒരു സ്ത്രീക്ക് ഇതിൽ കൂടുതൽ എന്തു ദുഃഖമാണ് അനുഭവിക്കാനുണ്ടാവുക? താൻ ആദ്യം പ്രസവിച്ച കുഞ്ഞിനെ ഒഴുക്കിക്കളയേണ്ടി വന്നു. തന്നെ രക്ഷിക്കുമെന്ന് കരുതിയ ഭർത്താവിന്റെ കൊള്ളരുതായ്മ കൊണ്ട് താൻ ശിക്ഷിക്കപ്പെട്ടു. തന്നെ രക്ഷിക്കും എന്ന് കരുതിയിരുന്ന തന്റെ മക്കളുടെ കൊള്ളരുതായ്മ കൊണ്ട് വീണ്ടും ആ അമ്മ ശിക്ഷിക്കപ്പെട്ടു. മനുസ്മൃതിയിൽ പറഞ്ഞതിന് വിരുദ്ധമായിട്ടാണ്. ബാല്യത്തിൽ അച്ഛൻ രക്ഷിക്കണം, രക്ഷിച്ചില്ല.
യൗവനത്തിൽ ഭർത്താവ് രക്ഷിക്കണം, രക്ഷിച്ചില്ല. വാർദ്ധക്യത്തിൽ മക്കൾ രക്ഷിക്കണം, രക്ഷിച്ചില്ല. സ്വാതന്ത്ര്യം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചവളല്ല കുന്തിദേവി. തൻ്റേതല്ലാത്ത കാരണങ്ങൾ കൊണ്ടാണ് കുന്തിദേവി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചത്. അപ്പൊ ജീവിതത്തിൽ ഇതിൽ പരം ബുദ്ധിമുട്ടുകൾ ആർക്കും അനുഭവിക്കുവാനില്ല. അത്രയും കൊടിയ വേദനകൾ ഈ സ്ത്രീ അനുഭവിച്ചു ബാല്യത്തിൽ, യൗവനത്തിൽ, വാർദ്ധക്യത്തിൽ. എന്നിട്ടും ഭഗവാനോട് ചോദിച്ചത് ദുരിതം തരണേ എന്നാണ്. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്തിനായിരിക്കാം ദേവി ഈ ദുരിതം തരണേ എന്ന് ചോദിച്ചത്? ദുരിതങ്ങൾ അടിക്കടി ജീവിതത്തിലേക്ക് കയറി വരുമ്പോൾ, മറ്റൊരാളോടും പറയാൻ പറ്റാത്ത ദുഃഖങ്ങൾ ജീവിതത്തിൽ അടിക്കടി ഉണ്ടാകുമ്പോൾ, താൻ വിവാഹിതയാകുന്നതിന് മുമ്പ് പ്രസവിച്ചവളാണ് എന്ന അസത്യം ദേവിക്ക് പറയാൻ പറ്റില്ല വേറെ ആരോടും. തന്റെ ഭർത്താവ് വിടനായതുകൊണ്ട് ശാപഗ്രസ്തനായി എന്നും ആ പത്നിക്ക് വേറെ ആരോടും പറയാൻ പറ്റില്ല. തന്റെ മകന്റെ ചൂതുകളിയിലുള്ള ഭ്രാന്ത് കാരണമാണ് താൻ കാട്ടിലേക്ക് പോയതെന്നും ആ അമ്മയ്ക്ക് വേറൊരാളോടും പറയാൻ പറ്റില്ല. വേറെ ആരോടും പറയാൻ പറ്റാത്ത ദുഃഖങ്ങൾ അടിക്കടി ജീവിതത്തിൽ വന്നു കയറുമ്പോൾ ഏത് നിരീശ്വരവാദിയും അറിയാതെ വിളിച്ചു പോകും ഭഗവാനേ എന്ന്. അതുകൊണ്ട് ഈശ്വരൻ ഒരു യുക്തിയുടെ പരിണതഫലമല്ല, ഈശ്വരൻ ജീവിതാനുഭവങ്ങളുടെ പരിണതഫലമാണ്. യുക്തി കൊണ്ടല്ല ഈശ്വരനുണ്ടോ എന്ന് നിശ്ചയിക്കേണ്ടത്, ജീവിതാനുഭവം കൊണ്ടാണ്. അടിക്കടി ആരോടും പറയാൻ പറ്റാത്ത ദുഃഖങ്ങൾ ജീവിതത്തിൽ കയറി വരുന്നവർക്ക് മാത്രമേ ഈശ്വരന്റെ അനിവാര്യതയുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഈശ്വരനെ യുക്തി കൊണ്ട് തെളിയിക്കാം എന്ന് വിചാരിച്ച് പുറപ്പെട്ടാൽ അതിൽ പരം യുക്തിരാഹിത്യം ഉണ്ടാവുകയില്ല. കാരണം ജീവിതം ഏൽപ്പിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഉണർത്തുന്ന അനിവാര്യതയാണ് ഈശ്വരൻ. ആരായാലും ഈശ്വരനെ വിളിച്ചു പോകും. ഇടയ്ക്കിടയ്ക്ക് ഈ ദുഃഖങ്ങൾ ഓർമ്മകളിലൂടെ തികട്ടി വരുമ്പോൾ ആ ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആരും വിളിച്ചു പോകുന്ന നാമം കുന്തിദേവിയും വിളിച്ചു, കൃഷ്ണ 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 കൃഷ്ണ. അനവരതം വിളിക്കപ്പെട്ട കൃഷ്ണനാമം ദേവിയിൽ ചില അത്ഭുതകരങ്ങളായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കി. സദാ ഈശ്വര സ്മരണയിൽ മുഴുകുന്നവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആനന്ദത്തിന്റെ ഉറവ ഉണർന്ന് പ്രവർത്തിക്കും. നമുക്ക് അത് മനസ്സിലാവില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെയൊക്കെ ഈശ്വരന്റെ വിളി എന്ന് പറഞ്ഞാൽ ടൈം അനുസരിച്ചിട്ടാണ്. രാവിലെ 1 മണിക്കൂർ, വൈകുന്നേരം 1 മണിക്കൂർ. അതിന് ശേഷമുള്ള നമ്മുടെ പലരുടെയും പ്രവൃത്തി കണ്ടാൽ ഈശ്വരനുണ്ടോ എന്ന് തോന്നിപ്പോവും നമ്മുടെ ജീവിതത്തിൽ. കറക്റ്റ് രാവിലെയും കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരക്കുട്ടന്മാരും സുന്ദരക്കുട്ടികളുമായി സുന്ദരിമാരുമായി ഈശ്വരന്റെ മുമ്പിൽ നമ്മളെ പ്രസന്റ് ചെയ്യും. നമ്മൾ വെൽ പ്രസന്റഡ് ആണ്. നമ്മൾ എന്ത് നല്ല ഡ്രസ്സായിരിക്കും, എന്ത് വൃത്തിയുള്ള ശരീരമായിരിക്കും. മനസ്സിലെ അഴുക്കുകളെല്ലാം ബോധപൂർവം ഒന്ന് മറച്ചുവെച്ച് പൂജാമുറികളിലിരിക്കുന്ന നമ്മളെ എല്ലാവരെയും കണ്ടാൽ ഏതീശ്വരനും തോന്നിപ്പോകും എന്ത് നല്ല ആൾക്കാരാണ്. പൂജാമുറിയിൽ നിന്നിറങ്ങുമ്പോൾ ആ മുറികൾ അടയ്ക്കാനും നമ്മൾ മറക്കാറില്ല. എന്താ കാരണം? അകത്തിരിക്കുന്ന മൂപ്പര് നമ്മുടെ കൂടെ ബസ് സ്റ്റാൻഡിലേക്ക് വന്നാൽ, റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നാൽ, മാർക്കറ്റിലേക്ക് വന്നാൽ, സിനിമാ തിയേറ്ററിലേക്ക് വന്നാൽ, ജോലി സ്ഥലങ്ങളിലേക്ക് വന്നാൽ നമ്മുടെ യഥാർത്ഥ മുഖം അദ്ദേഹത്തിന് പരിചിതമാകുമോ എന്ന് പേടിച്ച് പൂജാമുറി അടച്ചിട്ടിറങ്ങുന്നവരാ നമ്മൾ. അതുകൊണ്ട് നമുക്ക് ഈ അനുഭവം ഇല്ല. നേരെ മറിച്ച് നിത്യം നിരന്തരം ഈശ്വരനാമം വിളിക്കുന്ന ഒരാൾക്ക് അയാളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആനന്ദത്തിന്റെ ഉറവ പൊട്ടിപ്പുറപ്പെടുന്നത് അനുഭവിക്കാൻ സാധിക്കും. ബാഹ്യമായ ആനന്ദമല്ല, ആന്തരികമായ ഒരു സുഖം കുന്തിദേവി അനുഭവിച്ചു. നിരന്തരമായിട്ടുള്ള കൃഷ്ണനാമം ദേവിയുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആനന്ദ സ്വരൂപത്തെ ഉണർത്തി ദേവി അവാച്യമായിട്ടുള്ള ഒരു ആനന്ദം ഇടയ്ക്കിടെ അനുഭവിച്ചു. ബുദ്ധിമതിയായ കുന്തിദേവി തനിക്ക് ആന്തരികമായി കിട്ടുന്ന ഈ ആനന്ദവും ഭൗതികമായി തനിക്ക് കിട്ടിയ ആനന്ദവും തമ്മിൽ തുലനം ചെയ്തിട്ടുണ്ടാകണം. കാരണം കുന്തിദേവിയും ഒരു മനുഷ്യ സ്ത്രീ തന്നെയാണ്. മനുഷ്യരുടെ സഹജ സ്വഭാവമാണ് തുലനം ചെയ്യുക എന്നുള്ളത്, കമ്പയർ ചെയ്യുക എന്നുള്ളത് ഹ്യൂമൻ നേച്ചറാണ്.
കുന്തിദേവിയും അതിന് അപവാദമാവില്ല. കുന്തിദേവിയും തനിക്ക് കിട്ടിയ സുഖങ്ങൾ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടാകണം. ദുർവാസാവിനെ കാണുന്നത് വരെ രാജകൊട്ടാരത്തിൽ രാജകുമാരിയായി സുഖമായാണ് കഴിഞ്ഞിരുന്നത്. പാണ്ഡു ശാപഗ്രസ്തനാകുന്നത് വരെ പട്ടമഹിഷിയായി രാജപത്നിയായി സുഖമായിട്ടാണ് ദേവി കൊട്ടാരത്തിൽ കഴിഞ്ഞിരുന്നത്. തന്റെ മക്കൾ ചൂതിന് വിധേയരായിട്ട് കാട്ടിലേക്ക് പോകുന്നത് വരെ ആ അമ്മ രാജമാതാവായിട്ടും സുഖമായിട്ടാണ് കൊട്ടാരത്തിൽ കഴിഞ്ഞിരുന്നത്. അപ്പോൾ ബാല്യാവസ്ഥയിൽ, യൗവനാവസ്ഥയിൽ, വാർദ്ധക്യാവസ്ഥയിൽ ഒരു സ്ത്രീക്ക് അനുഭവിക്കാവുന്ന സുഖം അതിന്റെ പാരമ്യതയിൽ ദേവി അനുഭവിച്ചിട്ടുണ്ട്. അതിലും കൂടുതൽ സുഖമൊന്നും ഇനി ഒരു സ്ത്രീക്ക് അനുഭവിക്കുവാനില്ല. ഭൗതികമായിട്ട് തനിക്ക് കിട്ടിയ സുഖവും തന്റെ ഉള്ളിൽ നിന്ന് ഊറി വരുന്ന സുഖവും തമ്മിൽ ദേവി ഒന്ന് തുലനം ചെയ്ത് നോക്കിയിട്ടുണ്ടാകണം. നോക്കിയപ്പോഴാണ് ദേവിക്ക് മനസ്സിലായത്, ഉള്ളിൽ നിന്ന് ഊറി വരുന്ന ആനന്ദത്തിന്റെ 10,000-ൽ-1 പുറത്തുനിന്ന് തനിക്ക് കിട്ടുന്ന സുഖം. പുറത്തുനിന്ന് തനിക്ക് കിട്ടുന്ന സുഖം അതിന്റെ പാരമ്യതയിൽ കുന്തിദേവി അനുഭവിച്ചിട്ടുണ്ട്. ആ ഭൗതിക പാരമ്യതയിൽ അനുഭവിക്കപ്പെട്ട സുഖവും ആന്തരികമായ സുഖവും തമ്മിൽ തുലനം ചെയ്തപ്പോൾ ബുദ്ധിമതിയായ ദേവിക്ക് മനസ്സിലായി, അകത്തുള്ള സുഖം തന്നെയാണ് ഏറ്റവും നല്ലത് എന്ന്. എന്താ തന്റെ അകത്തെ സുഖത്തിന് കാരണമായത്? എന്ത് കാരണമാണ് തനിക്ക് ഈ ആന്തരികമായ സുഖം അനുഭവിക്കാൻ ഇടയായത്? നിരന്തരമായ നാമജപം. നിരന്തരമായ നാമജപം നടത്താൻ ഇടയാക്കിയതോ പ്രാപഞ്ചികമായ ദുഃഖങ്ങളും ദുരിതങ്ങളും. ബുദ്ധിമതിയായ ദേവി ആന്തരികമായ സുഖാനുഭൂതി സ്ഥിരമാകുവാൻ വേണ്ടി പരമാത്മാവായ ശ്രീകൃഷ്ണനോട് ആകെ ചോദിച്ചത്, ഭഗവാനെ ദുരിതങ്ങളെ തരണേ. അതുകൊണ്ട് ദുഃഖത്തെ ആഗ്രഹിച്ചവളാണ് കുന്തിദേവി എന്ന് പ്രത്യക്ഷത്തിൽ നമുക്ക് പറയാമെങ്കിലും വിശകലനത്തിലൂടെ നമുക്ക് മനസ്സിലാകും, ദേവി പോലും ദുഃഖത്തെയല്ല സുഖത്തെയാണ് വരിച്ചത്. അതുകൊണ്ട് ദുഃഖം വേണമെന്നാഗ്രഹിക്കുന്ന ഒരാളും, നോർമലായിട്ടുള്ള ഒരാളും ഈ ലോകത്തുണ്ടാവില്ല. അബ്നോർമലായിട്ടുള്ള ആൾക്കാരെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്. നോർമലായിട്ടുള്ള ഒരാളും സുഖം വേണ്ട എന്ന് പറയുന്നവരുണ്ടാവില്ല. സുഖം നമ്മൾ അനുഭവിക്കുന്നത് എങ്ങനെയാണ്? ആഗ്രഹങ്ങളുടെ സഫലീകരണത്തിലൂടെയാണ് സുഖം അനുഭവിക്കുന്നത്. ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നതോ വേണമെന്ന് വിചാരിച്ചാൽ ആഗ്രഹിക്കാനും വേണ്ട എന്ന് വിചാരിച്ചാൽ ആഗ്രഹിക്കാതിരിക്കുവാനും നമുക്ക് സാധിക്കുമായിരുന്നുവെങ്കിൽ നമ്മളൊക്കെ എന്നേ നന്നായി തീർന്നേനെ. നമ്മൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്നവർ മാത്രമല്ല, മാനവരാശിയെക്കുറിച്ച് മുഴുവനുമാണ്. നമ്മളൊക്കെ എന്നേ നന്നായേനെ. കാരണം എന്താ? വേണ്ടത് ചെയ്യാനും വേണ്ടാത്തത് ചെയ്യാതിരിക്കാനും പറ്റാത്തതാണ് നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. ആഗ്രഹം നമ്മുടെ ചൊൽപ്പടിയിലല്ല എന്ന് ആഗ്രഹിക്കുന്നവർക്കറിയാം. വേണമെങ്കിൽ ആഗ്രഹിക്കാനും വേണ്ടെങ്കിൽ ആഗ്രഹിക്കാതിരിക്കാനും സാധിക്കില്ല. ഇത് വളരെ മുമ്പ് തന്നെ നമ്മുടെ മഹർഷിമാർക്കറിയാമായിരുന്നു. നമ്മുടെ മഹർഷിമാർക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറിയാമായിരുന്ന കാര്യങ്ങൾ ഇന്നും അനുയോജ്യമാണ്, പ്രാവർത്തികമാണ്, ആനുകാലികമാണ്. കാരണം ആഗ്രഹിക്കാതിരിക്കാനും ആഗ്രഹിക്കാനും നമുക്ക് സാധിക്കില്ല. അശ്വമേധ യാഗം നടക്കുന്നതിന് മുമ്പ് മഹാഭാരതം വായിച്ചിരിക്കേണ്ടുന്ന ഒരു ഗ്രന്ഥമാണ്. മഹാഭാരതം വീട്ടിലില്ലെങ്കിൽ ഉടൻ അത് വാങ്ങിവെക്കേണ്ടതാണ്. മഹാഭാരതത്തിൽ അശ്വമേധയാഗം നടത്തിയ യുദ്ധമൊക്കെ കഴിഞ്ഞു. യുദ്ധമെല്ലാം കഴിഞ്ഞ് ദുഃഖിതനാകിയിരിക്കുകയാണ് യുധിഷ്ഠിരൻ. യുദ്ധമെല്ലാം കഴിഞ്ഞ് യുധിഷ്ഠിരന് സന്തോഷമല്ല ഉണ്ടാവണത്. യുദ്ധമെല്ലാം കഴിഞ്ഞ് രാജ്യം തൻ്റേതാകുമ്പോൾ യുധിഷ്ഠിരന് ദുഃഖമാണുണ്ടാകുന്നത്. പിടിച്ചു പറിക്കുന്നതെല്ലാം, യുദ്ധം ചെയ്ത് നേടുന്നതെല്ലാം സ്വാഭാവികമായിട്ട് കയ്യിലേക്ക് വന്നു ചേരാതെ പ്രയത്നം കൊണ്ട് നേടിയെടുക്കുന്നതെല്ലാം അജിതേണ ദുഃഖത്തിൽ കലാശിക്കും എന്ന് മഹർഷിമാരെ നമ്മളോട് പറയുന്നു. ഇതൊക്കെ നമ്മൾ ഇന്ന് കേട്ട് ധരിച്ചു വെച്ചിരിക്കുന്നതിന് വിരുദ്ധാണ്. നമ്മൾ ഇന്ന് കേട്ട് ധരിച്ചു വെച്ചിരിക്കുന്നത്, വിദ്യാഭ്യാസ കാലഘട്ടം മുതൽ നമ്മൾ കേട്ട് ധരിച്ചു വെച്ചിരിക്കുന്നത് പ്രയത്നത്തിലൂടെ നേടണം, പുരുഷ പ്രയത്നത്തിലൂടെയാണ് ആർജിക്കേണ്ടത് എന്നൊക്കെയാണ്. പുരുഷ പ്രയത്നത്തിലൂടെയാണ് യുധിഷ്ഠിരൻ കൗരവരെ മുഴുവൻ തോൽപ്പിച്ചത്. കിട്ടിയതെന്താ? സുഖമോ ദുഃഖമോ? ദുഃഖമാണ് യുധിഷ്ഠിരന്റെ ഫലമായിട്ട് കിട്ടിയത്, സുഖമല്ല. സന്തോഷത്തോടു കൂടിയല്ല യുദ്ധം അവസാനിക്കുന്നത്. യുദ്ധം ദുഃഖത്തിലാണ് അവസാനിക്കുന്നത്. നീറുകയാണ് യുധിഷ്ഠിരൻ. ഓർമ്മകളുടെ തീച്ചൂളയിലാണ് യുധിഷ്ഠിരൻ. 2 കൊല്ലമാണ് യുദ്ധം കഴിഞ്ഞതിന് ശേഷം യുധിഷ്ഠിരൻ ദുഃഖിതനായിരിക്കുന്നത്. പല കാരണങ്ങൾ കൊണ്ടും അദ്ദേഹം ദുഃഖം
അദ്ദേഹത്തിനുണ്ടായപ്പോൾ അദ്ദേഹത്തിന് മഹർഷിമാര് ഉപദേശിച്ചു അശ്വമേധയാഗം നടത്താൻ. ഒന്ന് ആലോചിച്ച് നോക്കണം. യുദ്ധക്കെടുതിയിൽ ദുഃഖിച്ചിരിക്കുന്ന ഒരാൾക്ക് കൊടുക്കുന്ന ഉപദേശം ഒരു അശ്വമേധയാഗം നടത്താൻ. അശ്വമേധയാഗം നടത്തിയാൽ എന്താ? അശ്വമേധയാഗം നടത്തിയാൽ വീണ്ടും യുദ്ധം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അശ്വമേധയാഗങ്ങൾ യുദ്ധങ്ങൾക്ക് സാധ്യതയുണ്ടാക്കുന്ന ഒരു യാഗമാണ്. ലവകുശന്മാര് ശ്രീരാമചന്ദ്രൻ അശ്വമേധം നടത്തിയപ്പോൾ ആ കുതിരയെ പിടിച്ച് കെട്ടിയിട്ടതും ലവകുശന്മാരും ശ്രീരാമചന്ദ്രനുമായിട്ട് നടന്ന യുദ്ധത്തെക്കുറിച്ചൊക്കെ ഓർക്കുക. അതൊക്കെ ഓർക്കാൻ നമുക്ക് വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. കാരണം മലയാളിക്ക് കർക്കടക മാസത്തിൽ മാത്രം വായിക്കാൻ കിട്ടിയ വരദാനമാണ് രാമായണം. മഴ പെയ്താൽ അപ്പം നമ്മുടെ മനസ്സ് രാമായണത്തെക്കുറിച്ച് ആലോചിക്കും. കാരണം കർക്കടകത്തിൽ വായിക്കേണ്ട പുസ്തകമാണെന്നാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. അതിൽ അശ്വമേധയാഗ സമയത്ത് യുദ്ധമുണ്ടായതായിട്ട് പറയുന്നു. അശ്വമേധയാഗം യുദ്ധങ്ങൾക്ക് കാരണമാകുന്ന യാഗമാണ്. ആ യുദ്ധങ്ങൾക്ക് കാരണമാകുന്ന യാഗം നടത്താനാണ് യുധിഷ്ഠിരനോട് മഹർഷിമാർ പറഞ്ഞത്. യുധിഷ്ഠിരൻ അതിന്റെ കാരണം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വിശദീകരിക്കാം. എന്തുകൊണ്ടാണ് അത് പറഞ്ഞത് എന്ന് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വിശദീകരിക്കാം. ആ യാഗം നടത്താൻ അദ്ദേഹത്തിന് അപ്പോൾ താല്പര്യമുണ്ടായിരുന്നില്ല. 2 കൊല്ലം കഴിഞ്ഞു. 2 കൊല്ലം കഴിഞ്ഞിട്ടും ദുഃഖിതനായിരിക്കുന്ന യുധിഷ്ഠിരനോട് ശ്രീകൃഷ്ണ പരമാത്മാവ് പറയുന്ന ചില കാര്യങ്ങളുണ്ട് അശ്വമേധ പർവ്വത്തിൽ, മഹാഭാരതത്തിൽ. ശ്രീകൃഷ്ണ പരമാത്മാവ് യുധിഷ്ഠിരനോട് പറയുകയാണ്, അല്ലയോ യുധിഷ്ഠിര, ആഗ്രഹിക്കാനും ആഗ്രഹിക്കാതിരിക്കുവാനും നിനക്ക് സാധ്യമല്ല. മനുഷ്യർക്ക് ആർക്കും സാധ്യമല്ല. ആഗ്രഹങ്ങളെ ജയിക്കാമെന്ന് കരുതി ആയുധമെടുക്കുന്നവന്റെ നേരെ നോക്കി ആഗ്രഹങ്ങൾ പുഞ്ചിരിക്കും. ആയുധങ്ങൾ കൊണ്ടൊന്നും, ഒരു ക്രിയകൾ കൊണ്ടും ഒന്നുകൊണ്ടും ആഗ്രഹങ്ങളെ ഇല്ലാതാക്കാൻ സാധിക്കില്ല. മനുഷ്യനാകെ സാധിക്കുക ആഗ്രഹങ്ങളെ ധാർമ്മികങ്ങളാക്കി മാറ്റാൻ മാത്രമാണ്. ധാർമ്മികങ്ങളാക്കി ആഗ്രഹങ്ങളെ മാറ്റാൻ, ധാർമ്മികങ്ങളായ ആഗ്രഹങ്ങൾ എന്താണെന്ന് നമ്മൾ വഴിയെ കാണും. ധാർമ്മികങ്ങളാക്കി മാറ്റാനല്ലാതെ ആഗ്രഹിക്കാതിരിക്കാൻ മനുഷ്യന് സാധ്യമല്ല. കാരണം ആഗ്രഹങ്ങൾ വാസനാജന്യമാണ്. പൂർവജന്മാർജിത വാസനകളാണ് ആഗ്രഹങ്ങൾക്ക് കാരണം. പൂർവജന്മം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ജന്മം എന്നൊന്നും വിചാരിച്ചു പോകരുത്. 84 ലക്ഷത്തിൽ പരം ജന്മങ്ങൾ കഴിയുമ്പോഴാണ് മനുഷ്യനായി പിറക്കുന്നത്. 84 ലക്ഷം ജന്മങ്ങളിലൂടെ ആർജിച്ച വാസനകളുടെ പരിണതഫലമാണ് ആഗ്രഹം. ആഗ്രഹ സഫലീകരണത്തിലൂടെ ഇല്ലാതെയാകുന്നത് പ്രാരബ്ധമാണ്. ആഗ്രഹങ്ങൾ സാധിക്കുവാൻ വേണ്ടി പ്രയത്നിക്കുമ്പോൾ ഉണ്ടാകുന്ന സുഖദുഃഖങ്ങളിലൂടെയാണ് പ്രാരബ്ധം ഇല്ലാതെയാകുന്നത്. അതുകൊണ്ട് ആഗ്രഹങ്ങൾക്കെതിരെ പടപൊരുതാം എന്ന് ധരിക്കുന്നത് വിവരക്കേടാണ് എന്ന് ഞാനല്ല പറഞ്ഞത്. വേദവ്യാസൻ ശ്രീകൃഷ്ണ പരമാത്മാവിനെ കൊണ്ട് യുധിഷ്ഠിരനോട് അശ്വമേധ പർവ്വത്തിൽ പറയുന്നു. അത് കഴിഞ്ഞില്ല. ഇതേ വേദവ്യാസൻ ദുര്യോധനനെ കൊണ്ട് പാണ്ഡവഗീതയിൽ വീണ്ടും പറയിപ്പിക്കുന്നു. ജാനാമി ധർമ്മം നചമേ പ്രവൃത്തി, ജാനാമ്യധർമ്മം നചമേ നിവൃത്തി, കേനാപി ദേവേന ഹൃദിസ്ഥിതേന യഥാ നിയുക്തോസ്മി തഥാ കരോമി. അല്ലയോ ഭഗവാനെ, ധർമ്മം എന്താണെന്ന് എനിക്കറിയാം, ചെയ്യാൻ പറ്റുന്നില്ല. നമുക്കും എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദുര്യോധനനെ കൊണ്ട് പാടിച്ചതാണ് ഈ ശ്ലോകം എന്നൊന്ന് ചിന്തിക്കുക. അന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദുര്യോധനൻ പറഞ്ഞത് ഇന്നും ആപ്ലിക്കബിൾ ആണ്. ധർമ്മം എന്താണെന്ന് കൃത്യമായിട്ടറിയാം, ചെയ്യാൻ പറ്റുന്നില്ല. നമുക്കും ട്രാഫിക് റൂളൊക്കെ വളരെ കൃത്യമായിട്ടറിയാം, ലംഘിക്കാതിരിക്കാൻ പറ്റുന്നില്ല. നിയമങ്ങളെല്ലാം കൃത്യമായിട്ടറിയാം, ലംഘിക്കാതിരിക്കാൻ പറ്റുന്നില്ല. ചെയ്യേണ്ടതെന്താണെന്ന് കൃത്യമായിട്ടറിയാം, ചെയ്യാൻ പറ്റുന്നില്ല. പറയേണ്ടതെന്താണെന്ന് കൃത്യമായിട്ടറിയാം, പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാ നമ്മൾ. ജാനാമി ധർമ്മം നചമേ പ്രവൃത്തി. ദുര്യോധനൻ അന്ന് പാടിയത് പഴഞ്ചനാണെന്ന് ധരിച്ചു പോകരുത്. ദുര്യോധനൻ അന്ന് പറഞ്ഞത് നവീനമാണ്, ഇന്നും ആപ്ലിക്കബിളാണ്. ജാനാമ്യ അധർമ്മം നചമേ നിവൃത്തി. അധർമ്മോ എന്താണെന്ന് എനിക്കറിയാം, പക്ഷെ ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. കേനാപി ദേവേന ഹൃദിസ്ഥിതേന യഥാ നിയുക്തോസ്മി തഥാ കരോപി. ഏതോ ഒരു ഈശ്വരീയ ശക്തി എന്റെ ഹൃദയത്തിലിരുന്നു കൊണ്ട് എന്നോട് കൽപ്പിക്കുന്നു, ഞാനത് ചെയ്യുന്നു. അത് സമർപ്പണമാണ്. കാരണം എപ്പോഴാണത്? ധർമ്മവും അധർമ്മവും എന്റെ ഇച്ഛയ്ക്ക് വിധേയമല്ല എന്ന് ഞാൻ മനസ്സിലാക്കുമ്പോൾ, എന്നെക്കൊണ്ട് അത് ചെയ്യിക്കുന്ന ആ ശക്തിയെ,
ആശ്രയിക്കുകയല്ലാതെ എനിക്ക് വേറെ ഒരു നിവൃത്തിയുമില്ല. ചിന്തിക്കുന്നവർക്ക് സ്വാഭാവികമായിട്ടും വന്നു ചേരുന്നതാണ് സമർപ്പണം. അതിനെയൊക്കെ നമുക്ക് വിശദമായിട്ട് ഇനി വരുന്ന സമയങ്ങളിൽ കാണാം. അതുകൊണ്ട് ദുര്യോധനൻ പാടുകയാണ്, ജാനാമി ധർമ്മം നജമേ പ്രവൃത്തി, ജാനാമി അധർമ്മം നജമേ നിവൃത്തി, കേനാപി ദേവേന ഹൃദയ സ്ഥിതേന യഥാ നിയുക്തോസ്മി തഥാ കരോമി. അതുകൊണ്ട് ആഗ്രഹങ്ങൾ നമ്മുടെ ചൊൽപ്പടിയിലല്ല. ആഗ്രഹങ്ങൾ ഇല്ലാതെയാക്കാൻ രണ്ട് വഴികളേ ഉള്ളൂ, മൂന്നാമതൊരു വഴിയില്ല. ആ രണ്ട് വഴികൾ ഏതാണ്? ഒന്ന്, അത് സാധിപ്പിക്കുക. ഏതൊരാഗ്രഹമാണോ സാധിക്കുന്നത് ആ ആഗ്രഹ സഫലീകരണത്തിലൂടെ ആഗ്രഹം ഇല്ലാതാവും. ക്ഷണിക്കപ്പെടാതെ ഏതുപോലെയാണോ ആഗ്രഹം മനസ്സിലേക്ക് കയറി വന്നത് അതേപോലെ അത് ഇറങ്ങിപ്പോയാലും ആഗ്രഹം ഇല്ലാതെയാകും. അല്ലാത്തതെല്ലാം സപ്രഷനാണ്, ഡിസയർ എനർജിയാണ്. അതിനെ സപ്രസ് ചെയ്താൽ രോഗങ്ങളുണ്ടാകും. അടിച്ചമർത്തപ്പെടുന്ന വിചാരവികാരങ്ങൾ, ആഗ്രഹങ്ങൾ രോഗകാരണമാകുമെന്ന് ആധുനിക വൈദ്യശാസ്ത്രവും മോഡേൺ മെഡിസിനും അംഗീകരിക്കുന്നു. അതുകൊണ്ട് ആഗ്രഹിക്കരുത് എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയാം. പറയുന്നതിന് വിരോധമൊന്നുമില്ല, കേൾക്കുന്നതിനും വിരോധമൊന്നുമില്ല, നടപ്പിലാവില്ല. എന്താ തെളിവ്? നമ്മളൊക്കെ തന്നെ തെളിവ്. എന്തൊക്കെ വിചാരിച്ചു നടത്തണമെന്ന് പറ്റിയോ? എന്തൊക്കെ വിചാരിച്ചു നടത്തരുതെന്ന് പറ്റിയോ? പറ്റുകയില്ല. കാരണം വാസനാജന്യമാണ് ആഗ്രഹങ്ങൾ. ആഗ്രഹങ്ങൾ സാധിക്കുന്നതിലൂടെ മനുഷ്യൻ അനുഭവിക്കുന്നത് സുഖമാണ്. നമ്മൾ എല്ലാവരും ആഗ്രഹ സഫലീകരണത്തിലൂടെയുള്ള സുഖം അനുഭവിച്ചവരാണ്. പക്ഷേ ആ സുഖത്തിന്റെ സ്വഭാവം ഒന്ന് പരിശോധിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ആ സുഖം ശാശ്വതമല്ല, ഫ്ലിംസിയാണ്. കുറച്ചു നേരം മാത്രമേ നിൽക്കുള്ളൂ, വേപ്പറൈസ് ചെയ്തു പോകും ആനന്ദം. ആ സുഖം അനുഭവിച്ച് മതിയാകുന്നതിന് മുമ്പ് നമ്മളെ വിട്ടുപിരിഞ്ഞു പോകുന്നു നമ്മൾ അനുഭവിച്ച എല്ലാ സുഖങ്ങളും. എന്താ കാരണം? എന്താ നമുക്ക് മതിയാകുന്നത് വരെ സുഖം അനുഭവിക്കാൻ സാധിക്കാത്തത്? മകളെ വിവാഹം കഴിച്ചു കൊടുത്താൽ സുഖമുണ്ടാകുമെന്ന് ധരിച്ച് വളരെ പ്രയാസപ്പെട്ട് പൂജാദികൾ പലതും ചെയ്ത് ജാതകമൊക്കെ നോക്കി മകളെ വിവാഹം കഴിച്ചു കൊടുത്തു. എന്തൊരു സുഖാന്ന് രാത്രി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പം റബ്ബർ പന്ത് തിരിച്ചു വരുന്നത് പോലെ മോള് വീട്ടിലേക്ക് തിരിച്ചു വന്നു. തീർന്നു സുഖമെന്ന് മാത്രമല്ല, സുഖത്തിന് വേണ്ടി ചെയ്തത് അസുഖത്തിന് കാരണമാവുകയും ചെയ്തു. മകൾ വിവാഹിതയല്ലാതെ വീട്ടിലിരുന്നാൽ ഉണ്ടാകുന്നതിലും കൂടുതൽ ബുദ്ധിമുട്ടാണ് പറഞ്ഞു കൊടുത്തു വിട്ടിട്ട് റബ്ബർ പന്ത് പോലെ തിരിച്ചു മോള് വന്നാൽ. ചില മക്കൾ തിരിച്ചു വരുമ്പോൾ ബോണസോടുകൂടിയാ വരിക. അത് ഇതിലും വലിയ ബുദ്ധിമുട്ടാവും. പച്ചയ്ക്കാ ഞാൻ പറയണത്. ഇത് നടക്കുന്ന കാര്യങ്ങളാണ് നാട്ടിൽ, അല്ലാതെ ഞാനുണ്ടാക്കി പറയുന്നതൊന്നുമല്ല, എന്റെ കപോല കൽപ്പിതങ്ങളല്ല. ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ പച്ചയ്ക്ക് പറയുന്നു എന്ന് മാത്രം. കാരണം നമ്മൾ അനുഭവിക്കുന്ന സുഖം അനുഭവിച്ച് തീരുന്നതിന് മുമ്പ് വേപ്രൈസ് ചെയ്തു പോകും. കുറച്ചു കാലത്തേക്കേ സുഖം ഉണ്ടാവുള്ളൂ. എന്താ കാരണം? സുഖത്തിന് കാരണമായ വസ്തു നഷ്ടമാകുന്നു, അല്ലെങ്കിലോ സുഖം പഴയതാകുന്നു. പഴയ സുഖം നമ്മളെ ബോറടിപ്പിക്കും, ആ സുഖത്തിനോടുള്ള താല്പര്യം പോകും. അപ്പോൾ നമ്മുടെ ആഗ്രഹ സഫലീകരണം തരുന്ന സുഖം താത്കാലികമാണ്, ടെമ്പററിയാണത്. കുറച്ചു കാലത്തേക്ക് മാത്രമേ നമ്മളോടുള്ളൂ. അത് കഴിഞ്ഞാൽ അത് ആൽക്കഹോൾ വേപ്പറൈസ് ചെയ്ത് പോകുന്നത് പോലെ, സ്പിരിറ്റ് വേപ്പറൈസ് ചെയ്ത് പോകുന്നത് പോലെ, കർപ്പൂരം ആവിയായി പോകുന്നത് പോലെ നമ്മളിൽ നിന്ന് അത് നഷ്ടപ്പെടുന്നു. അത് പഴയതാവുകയോ സുഖത്തിന് കാരണമായത് ഹേതുവായത് പഴയതാവുകയോ നഷ്ടപ്പെടുകയോ ചെയ്യുമ്പോൾ നഷ്ടമാകുന്ന സുഖം, ആ സുഖത്തിനെ മഹർഷീശ്വരന്മാർ അവരുടെ ശാസ്ത്രഭാഷയിൽ ഒരു സാങ്കേതിക ശബ്ദം കൊണ്ട് വിളിച്ചു. മഹർഷീശ്വരന്മാർ ഏത് ശാസ്ത്രത്തിനും അതിൻ്റേതായിട്ടുള്ള സാങ്കേതിക പദങ്ങളുണ്ട്, ടെക്നിക്കൽ ജാർഗനുണ്ട്. ഏത് ശാസ്ത്രം പഠിക്കണമെങ്കിലും അതിൻ്റെ സാങ്കേതിക ശബ്ദങ്ങൾ പഠിച്ചാൽ മാത്രമേ ആ ശാസ്ത്രം മനസ്സിലാവുകയുള്ളൂ. അതേപോലെ മഹർഷീശ്വരന്മാര് നമുക്ക് മുന്നോട്ട് വെച്ചിട്ടുള്ള, നമുക്ക് വേണ്ടിയിട്ട് സംഭാവന ചെയ്തിട്ടുള്ള ശാസ്ത്രത്തിനും ചില സാങ്കേതിക പദങ്ങളുണ്ട്. താത്കാലികമായിട്ടുള്ള സുഖം ആഗ്രഹങ്ങളിൽ നിന്നുണ്ടാകുന്നതാണ്. അതുകൊണ്ട് ആ സുഖത്തെ അവർ കാമം എന്ന് വിളിച്ചു. കാമം എന്നുള്ള വാക്കിന് ആഗ്രഹം എന്നാണ് അർത്ഥം. നമ്മൾ ധരിക്കുന്നത് പോലെ ശരീരത്തിന്റെ ശാരീരികമായിട്ടുള്ള ആഗ്രഹം മാത്രമല്ല, കാമം എന്നുള്ള വാക്കിന് ആഗ്രഹം എന്നാണ് അർത്ഥം. ആഗ്രഹത്തിൽ നിന്ന് കിട്ടുന്ന സുഖം താത്കാലികമായ സുഖം. ഇത് നമ്മളെല്ലാവരും അനുഭവിച്ചിട്ടുള്ള സുഖമാണിത്. അതുകൊണ്ട് ഇത് ശരിയല്ല എന്ന് നമുക്കും പറയാൻ സാധിക്കില്ല. മഹർഷീശ്വരന്മാർ പറഞ്ഞതൊന്നും ആനുകാലികമല്ല എന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം അന്ന് പറഞ്ഞത് ഇന്നും പ്രസക്തമാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത്
പലവിധത്തിലുള്ള കാമങ്ങൾ അനുഭവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വാസനാബലം കൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് ശക്തമായ ഒരു ആഗ്രഹം വന്നു. ആ ആഗ്രഹത്തിന് നമുക്ക് പിന്നെ പേരിടാം. ആ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി പ്രയത്നിച്ചു. ആ ആഗ്രഹം സാധിച്ചു. കിട്ടിയ സുഖം ഒരിക്കലും നഷ്ടമാകുന്നുമില്ല. കിട്ടിയ സുഖം ഒരിക്കലും പഴയതുമാകുന്നില്ല. പഴയതാകാത്ത, നഷ്ടമാകാത്ത സുഖം. അങ്ങനെ നഷ്ടപ്പെടാത്ത, പഴയതാകാത്ത സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുതിയ ആഗ്രഹങ്ങൾ ഉണ്ടാകുമോ? നമ്മൾ സുഖം അനുഭവിച്ചു കൊണ്ടിരുന്ന കാലഘട്ടത്തിലേക്ക് മനസ്സുകൊണ്ടൊന്ന് സഞ്ചരിക്കുക. നമ്മുടെ ജീവിതത്തിലും പല ഘട്ടങ്ങളിലായി നമ്മളും സന്തോഷിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലെ സന്തോഷം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ നമുക്ക് വേറെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നോ? സൂക്ഷ്മ വിശകലനത്തിന് വിധേയമാക്കി കഴിഞ്ഞാൽ പറയാൻ സാധിക്കും, ഇല്ല. സന്തോഷം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ വേറെ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ സ്ഥിരമായിട്ടുള്ള സന്തോഷം, സുഖം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പഴയതാകാത്ത സുഖം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുതിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല. ആ സ്ഥിരമായിട്ടുള്ള, പഴയതാകാത്ത, നഷ്ടപ്പെടാത്ത സുഖത്തെ മഹർഷീശ്വരന്മാര് മോക്ഷം എന്ന് വിളിച്ചു. മോഹങ്ങളുടെ ക്ഷയം, ഡിസയേഴ്സിൽ നിന്നുള്ള വിടുതൽ, സ്വാതന്ത്ര്യം. മനുഷ്യന്റെ പ്രയത്നം സ്വതന്ത്രതയിൽ നിന്നല്ല, സ്വാതന്ത്ര്യത്തിൽ നിന്നല്ല. നമ്മൾ പലതരത്തിലുള്ള ഇൻഹിബിഷൻസിനും പലതരത്തിലുള്ള കൺസ്ട്രെയിൻസിനും വിധേയരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ പ്രവർത്തികൾക്ക് പല മാനദണ്ഡങ്ങളുണ്ട്. നമ്മൾ സ്വതന്ത്രരല്ല. നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ സോഷ്യൽ സ്റ്റേറ്റസ്, നമ്മളുടെ കുടുംബ മഹിമ, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ്, നമ്മളുടെ എഡ്യൂക്കേഷണൽ സ്റ്റേറ്റസ്, ജാതി, അങ്ങനെ തുടങ്ങിയ പലതിനെയും പരിഗണിച്ച് മാത്രമേ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ പ്രവർത്തനത്തെ നിശ്ചയിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആരുടെയും പ്രവർത്തനം സ്വതന്ത്രമല്ല. പരമമായ സുഖം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യന് കിട്ടുന്നത് പരമസ്വാതന്ത്ര്യമാണ്. ആ പരമസ്വാതന്ത്ര്യത്തെയാണ് സകല വിധത്തിലുള്ള ഇൻഹിബിഷൻസിൽ നിന്നും സകല വിധത്തിലുള്ള ഡ്രോബാക്കുകളിൽ നിന്നും മനുഷ്യനെ വിടുതൽ ചെയ്യുന്നതാണ് പരമമായത്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെക്കാളും ഫിനാൻഷ്യൽ സ്വാതന്ത്ര്യത്തെക്കാളും മറ്റെന്ത് സ്വാതന്ത്ര്യത്തെക്കാളും അമൂല്യമായ സ്വാതന്ത്ര്യമാണ് പരമമായ ആനന്ദം നമുക്ക് തരുന്നത്. അതാണ് അതിന്റെ പ്രാധാന്യം. ആ സ്വാതന്ത്ര്യത്തെ മുന്നോട്ട് വെച്ചിട്ടുള്ള ലോകത്തിലെ ഏക സംസ്കാരം ഭാരതീയ സംസ്കാരമാണ്. വേറൊരു സംസ്കാരവും കേൾക്കുന്നവർക്ക് പരമമായ സ്വാതന്ത്ര്യത്തെ വാഗ്ദാനം ചെയ്തിട്ടില്ല. കേൾക്കുന്നതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഓരോരുത്തരും വാഗ്ദാനം ചെയ്ത പരമമായത് കിട്ടുകയുള്ളൂ എങ്കിൽ ഭാരതീയ മഹർഷീശ്വരന്മാർ മാത്രമാണ് ഈ ലോകത്തിൽ പരമമായ സ്വാതന്ത്ര്യത്തെ വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. മനുഷ്യന്റെ അവകാശമാണ് പരമമായ സ്വാതന്ത്ര്യം. ഒരു രാജ്യത്തിലെ പൗരന്റെ അവകാശമാണ് ആ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം. അതേപോലെ നമ്മുടെ ഓരോരുത്തരുടെയും പരമമായ അവകാശമാണ് നമ്മുടെ സ്വാതന്ത്ര്യം. അത് കിട്ടുന്നത് ഈ മോക്ഷത്തിൽ മാത്രമാണ്. അതാണ് മോക്ഷത്തിനുള്ള പ്രാധാന്യം. ആ മോക്ഷം നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ നമ്മുടെ പ്രയത്നങ്ങൾ ആഗ്രഹങ്ങളുടെ തീച്ചുഴിയിൽ നിന്നായിരിക്കില്ല. നമ്മൾ ഓരോന്ന് പ്രവർത്തിക്കുന്നതിനെയും നിയന്ത്രിക്കുന്നത്, നമ്മളുടെ ഓരോ പ്രവൃത്തിയെയും നിയന്ത്രിക്കുന്നത് വാസനാജന്യമായിട്ടുള്ള ആഗ്രഹങ്ങളായിരിക്കുകയില്ല. നേരെ മറിച്ച് സ്വാതന്ത്ര്യത്തിൽ ഊന്നി നിന്നുകൊണ്ടായിരിക്കും പ്രവർത്തിക്കുന്നത്. അങ്ങനെ പ്രവർത്തിക്കുന്നവനാണ് ഈശ്വരൻ. ഈശ്വരന് മാത്രമേ ഉള്ളൂ ആ സ്വാതന്ത്ര്യം. അതുകൊണ്ട് മോക്ഷം എന്ന് പറയുന്നത് ഈശ്വരനായിത്തീരുന്നതാണ്. ചെയ്യാനും ചെയ്യാതിരിക്കാനും ചെയ്തതിനെ മാറ്റി ചെയ്യുവാനും കർത്തും അകർത്തും അന്യഥാ കർത്തും അതിന് ശക്തിയുള്ളത് ഈശ്വരന് മാത്രമാണ്. ആ ഈശ്വര പദം ആണ് നമ്മുടെ ജന്മാവകാശം. അതിനാണ് വാസ്തവത്തിൽ നമ്മൾ ജനിച്ചിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് കടക്കാം. അതുകൊണ്ട് തിരിച്ച് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തത്കാലത്തേക്ക് വരാം. കാമമോക്ഷങ്ങളിൽ കേന്ദ്രീകൃതമാണ് മനുഷ്യ ജീവിതം. ചിന്തിച്ചു നോക്കുക. ഇത് രണ്ടിൽ വേണ്ടിയല്ലാതെ, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നിനു വേണ്ടിയോ അല്ലെങ്കിൽ രണ്ടിനും വേണ്ടിയോ അല്ലാതെ മനുഷ്യരാശിയിൽ ഒരാളുപോലും ജീവിക്കുന്നില്ല. മനുഷ്യന്റെ ജീവിത പ്രയോജനം ഇത് തന്നെയാണ്. പ്രയോജനം ഉദ്ദേശിക്കാതെ ആരും ഒരു കാര്യവും ചെയ്യുന്നില്ല. ന്യായസൂത്രകാരൻ
പറയുന്നു, പ്രയോജനം അനുദ്ദിശ്യ മന്ദോപി ന പ്രവർത്തതേ. മന്ദബുദ്ധിയായിട്ടുള്ള ഒരാൾ പോലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രയോജനമുണ്ടാകും. മനുഷ്യ ജീവിത പ്രയത്നത്തിന്റെ പ്രയോജനം കാമമോക്ഷങ്ങളാണ്. ഇത് നമ്മുടെ മഹർഷീശ്വരന്മാർ പറയുന്നത് കൊണ്ടല്ല നമ്മൾ ശരി എന്ന് അംഗീകരിക്കുന്നത്. ചിന്തിക്കുന്ന, നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന, സ്വാതന്ത്ര്യാഭിവാഞ്ചയുള്ള ഏതു മനുഷ്യനും ഇത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഡോഗ്മാറ്റിക് ആയിരിക്കണം, ഫെനറ്റിക് ആയിരിക്കണം. നിങ്ങൾ സ്വതന്ത്രരായി ചിന്തിക്കുന്നവരാണെങ്കിൽ, യുക്തി കൊണ്ട് ചിന്തിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ യുക്തിവാദികളാണെങ്കിൽ ഇത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഇതിൽ ഇല്ലോജിസിറ്റി ഇല്ല, ഇതിൽ സൂപ്പർസ്റ്റിഷൻസ് ഇല്ല, ഇതിൽ യാതൊന്നുമില്ല. ഇതൊരു ഫാക്റ്റാണ്. മനുഷ്യൻ ജീവിക്കുന്നത് കാമമോക്ഷങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് മനുഷ്യൻ കാമമോക്ഷങ്ങൾ സാധിക്കുന്നത്? ഒരാഗ്രഹമുണ്ടായതുകൊണ്ട് മാത്രം അത് സാധിക്കുകയൊന്നുമില്ല. ഒരാഗ്രഹമുണ്ടായതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ ഈശ്വരനെ ഭജിച്ചാൽ പ്രത്യക്ഷപ്പെട്ട ആ ഈശ്വരൻ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുമെന്ന് വിചാരിക്കുന്നതൊക്കെ റൊമാൻറ്റിക്കാണ്. അങ്ങനെ ധരിക്കുന്നതിൽ യാതൊരു വിരോധവുമില്ല. പക്ഷേ അങ്ങനെ സംഭവിച്ചാൽ നല്ലത്. സംഭവിക്കില്ല എന്ന് പറയാൻ ഞാൻ ആളല്ല. കാരണം ചെയ്യാനും ചെയ്യാതിരിക്കാനും ചെയ്തതിനെ മാറ്റി ചെയ്യുവാനും സ്വാതന്ത്ര്യമുള്ള ഈ ആളാണ് ഈശ്വരൻ. ഈശ്വരന് തോന്നിയാൽ അങ്ങനെ ചെയ്യാം. പക്ഷെ പൊതുവെ അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല. വെറുതെ ആഗ്രഹിച്ചു എന്നുള്ളത് കൊണ്ട് ഒരാഗ്രഹവും ഇതുവരെ സാധിച്ചിട്ടില്ല ആർക്കും. അപ്പോൾ എന്തു വേണം? പ്രയത്നിക്കണം. പ്രയത്നിക്കുമ്പോൾ പ്രയത്നത്തിലൂടെയാണ് ഈ ആഗ്രഹങ്ങൾ സാധിക്കുന്നത്. എങ്ങനത്തെ പ്രയത്നം എന്ന് നമുക്ക് കാണാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, പിടിച്ചുപറിയിലൂടെ നേടിയത് ദുഃഖത്തിൽ കലാശിക്കും, പ്രയത്നത്തിലൂടെ നേടിയത് ദുഃഖത്തിൽ കലാശിക്കും എന്ന് പറഞ്ഞു. അതിനെ നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വിശദീകരിക്കാം. പ്രയത്നത്തിലൂടെ, ഇപ്പൊ തൽക്കാലത്തേക്ക് മനുഷ്യപ്രയത്നത്തിലൂടെയാണ് ആഗ്രഹ സഫലീകരണം ഉണ്ടാകുന്നത് എന്ന് ധരിക്കുക. മനുഷ്യൻ പ്രയത്നത്തിലൂടെയാണ് എന്തും സാധിക്കുന്നത്. കാമമായാലും ശരി, മോക്ഷമായാലും ശരി, അത് പ്രയത്നത്തിലൂടെയാണ് സാധിക്കുന്നത്. പ്രയത്നം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രയത്നം അമൂല്യമായതാണ്. മനുഷ്യപ്രയത്നം അമൂല്യമായതാണ്. മനുഷ്യപ്രയത്നം അമൂല്യമായതാണ് എന്ന് ആധുനിക ലോകത്തെ ധരിപ്പിച്ച ചിന്തകൻ, ആ ചിന്തകന്റെ ചിന്താധാര ലോകത്തെ മാറ്റിമറിച്ചു. മനുഷ്യപ്രയത്നം അമൂല്യമാണ് എന്ന് ആധുനിക ലോകത്തെ ധരിപ്പിച്ച ചിന്തകൻ കാറൽ മാർക്സ് ആണ്. കാറൽ മാർക്സ് ആണ് മനുഷ്യപ്രയത്നത്തിന്റെ അമൂല്യതയെക്കുറിച്ച് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ദാസ് ക്യാപിറ്റൽ എന്ന പുസ്തകത്തിലെ ആദ്യത്തെ വോള്യത്തിൽ ഓൺ ദി കൊമോഡിറ്റീസ് എന്ന അധ്യായത്തിൽ മനുഷ്യപ്രയത്നം അമൂല്യമാണ് എന്ന് അദ്ദേഹം സ്ഥാപിക്കുന്നു. ഒരു വസ്തുവിൽ ഉപകാരപ്രദമായ രീതിയിൽ മനുഷ്യൻ പ്രയത്നം ചെലുത്തുമ്പോഴാണ് ആ വസ്തു മൂല്യമുള്ളതായിത്തീരുന്നത്. അതായത് മനുഷ്യൻ എന്തിലേക്കാണോ തന്റെ പ്രയത്നം ചെലുത്തുന്നത് അത് അമൂല്യമായിത്തീരും. കാറൽ മാർക്സ് ഇത് പറയുന്നതിന് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എന്ന് കൃത്യമായി പറയാൻ പറ്റാത്ത അത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ നാട്ടിൽ ജീവിച്ചിരുന്ന മഹർഷീശ്വരന്മാർക്കറിയാമായിരുന്നു മനുഷ്യപ്രയത്നം അമൂല്യമായതാണ്. ഇത്രയാണ് അതിന്റെ മൂല്യമെന്ന് പറയാൻ പറ്റാത്തതാണ്. അത് അർത്ഥവത്താണ്, മീനിങ് ഫുള്ളാണ്, വാല്യൂബിൾ ആണ്, വാല്യൂലെസ് ആണ്. എത്രയാണെന്ന് പറയാൻ പറ്റില്ല, അത്രയും വാല്യൂ ആണ് അതിന്. ആ മനുഷ്യ പ്രയത്നത്തെ അവർ അർത്ഥം എന്ന് വിളിച്ചു. കാറൽ മാർക്സ് ഓൺ ദ കമ്മോഡിറ്റീസിൽ മനുഷ്യ പ്രയത്നത്തിന്റെ മാഹാത്മ്യത്തെ പ്രകീർത്തിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഈ നാട്ടിൽ ജീവിച്ചിരുന്നവർ ഈ ചിന്താഗതി ഉതിർത്തത് എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ മഹർഷീശ്വരന്മാരുടെ ചിന്തകളിലെ വിപ്ലവാത്മകത. കാരണം കാറൽ മാർക്സിന്റെ ചിന്തകളെക്കുറിച്ച് ഓർക്കുമ്പോൾ എല്ലാം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് വിപ്ലവങ്ങളാണ്. നമ്മുടെ മഹർഷീശ്വരന്മാരുടെ വിപ്ലവാത്മകങ്ങളായിട്ടുള്ള ചിന്തകളെ നമുക്ക് പരിചിതമാവുകയുള്ളൂ. നമുക്ക് നമ്മുടെ മഹർഷീശ്വരന്മാരുടെ വിപ്ലവാത്മകമായിട്ടുള്ള ചിന്തകളെക്കുറിച്ച് വലിയ പിടിപാടൊന്നുമില്ല. നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്ന ഭാരതീയ ആധ്യാത്മികത ഒരു പക്ഷേ ഭാരതീയ ആധ്യാത്മികതയുടെ തനിമുഖം ആയിക്കൊള്ളണമെന്നുമില്ല. ഒരു ഉദാഹരണം ഞാൻ അതിലേക്ക് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു വലിയ സന്യാസി അല്ലെങ്കിൽ ഒരു വലിയ യോഗി, കുടുംബസ്ഥനായ ഒരു വലിയ യോഗി, അദ്ദേഹം ലോകം മുഴുവൻ പുകഴ്പെറ്റ യോഗിയാണ്. അദ്ദേഹത്തിന്റെ മക്കള് ടെററിസ്റ്റ് ആക്രമണത്തിൽ മരിച്ചു. പുത്രദുഃഖമുണർത്തിയ അസഹ്യമായിട്ടുള്ള ദുഃഖം
ആ യോഗിയെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചു. 1-2 വട്ടം ആ യോഗി ആത്മഹത്യ ചെയ്തു, അതിൽ പരാജയപ്പെട്ടു. ആ യോഗിയെക്കുറിച്ചിട്ടുള്ള നമ്മളുടെ ധാരണ, അഭിപ്രായം എന്തായിരിക്കും? സ്പിരിച്വൽ ആണ് ആ യോഗി എന്നാണോ നമ്മൾ പറയുക? അതോ അയാൾ നോൺ സ്പിരിച്വൽ ആണെന്നാണോ പറയുക? ഇതാണോ ആധ്യാത്മികത എന്നാണോ പറയുക? ഇദ്ദേഹം ആധ്യാത്മികൻ തന്നെയാണെന്നാണോ പറയുക? ഭാര്യ മരിച്ചാലുണ്ടാകുന്ന ദുഃഖം, മക്കൾ മരിച്ചാലുണ്ടാകുന്ന ദുഃഖം സ്പിരിച്വൽ ആണെന്ന് നമ്മൾ ടാഗ് ചെയ്തിട്ടുള്ള മഹാത്മാക്കളുടെ മനസ്സിൽ ദുഃഖത്തെ ഉണ്ടാക്കിയാൽ നമ്മളിൽ ഒരാളൊഴിയാതെ എല്ലാവരും ചോദിക്കും, ഇതാണോ സ്പിരിച്വാലിറ്റി? ആ വ്യക്തി വസിഷ്ഠനാകുമ്പോഴോ? വസിഷ്ഠന്റെ പുത്രന്മാരെ 100 പുത്രന്മാരെയും കൽമഷപാദൻ എന്ന അസുരൻ കൊന്നു. പുത്രദുഃഖമുണർത്തിയ വേദനയിൽ സഹിക്കാൻ വയ്യാതെ വസിഷ്ഠൻ 2 പ്രാവശ്യമാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. സ്വന്തം കൈകളും കാലുകളും കെട്ടിയിട്ട് നദിയിലേക്ക് സ്വന്തം ശരീരത്തെ വലിച്ചെറിഞ്ഞു വസിഷ്ഠൻ. പക്ഷെ ദൈവഗത്യ കെട്ടുകൾ അഴിഞ്ഞുപോയി. നദിക്കകത്ത് ചെന്നപ്പോൾ അദ്ദേഹം രക്ഷപ്പെട്ടു. അദ്ദേഹത്തിന്റെ കെട്ടുകളെ അഴിച്ച നദിക്ക് വിപാശ എന്ന പേര് വന്നു. അതാണ് ആധുനിക കാലത്തെ ബിയാസ് നദി. വീണ്ടും അദ്ദേഹം മറ്റൊരു നദിയിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. അദ്ദേഹം ചാടിയപ്പോൾ ആ നദി 100 കൈവഴികളായി തീർന്നു. ആ നദിയുടെ പേര് ശതദ്രു. ആ നദിയാണ് ഇന്നത്തെ കാലത്ത് സത്ലജ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ വസിഷ്ഠൻ അനധ്യാത്മികനാണ് എന്നും നോൺ സ്പിരിച്വൽ ആണ് എന്നും പറയുവാൻ ധൈര്യമുള്ള ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടാകുമോ? ആ വസിഷ്ഠനാണ് യോഗവാസിഷ്ഠം ശ്രീരാമചന്ദ്രൻ ഉപദേശിച്ചു കൊടുത്തത് എന്നും ആ വസിഷ്ഠനാണ് സുമേധസ് എന്ന പേരോടുകൂടി സുരഥ സമാധിമാർക്ക് ദേവീ മഹാത്മ്യം ഉപദേശിച്ചു കൊടുത്തത് എന്നും തിരിച്ചറിയുമ്പോൾ നാം ധരിച്ചു വെച്ചിരിക്കുന്ന ആധ്യാത്മികതയായിക്കൊള്ളണമെന്നില്ല യഥാർത്ഥ ആധ്യാത്മികത എന്ന് തിരിച്ചറിയുവാനുള്ള ഒരു സൗമനസ്യമെങ്കിലും നമ്മളിൽ ഉണ്ടാകണം. ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾക്കെന്നും ഭാരതീയ മഹർഷീശ്വരന്മാര് പാടിപ്പുകഴ്ത്തിയ ആധ്യാത്മികത അന്യമായിരിക്കും. അത് ജീവിതത്തിൽ ഒരു കാര്യവും ചെയ്യാൻ ഉതകുന്നതായിരിക്കുകയില്ല. അതുകൊണ്ട് നമ്മുടെ ആധ്യാത്മികതയെക്കുറിച്ച് നാം ഇന്ന് ധരിച്ചു വച്ചിരിക്കുന്ന പല സങ്കല്പങ്ങളും പൊളിച്ചെഴുതേണ്ടി വന്നേക്കാം ശരിക്കുമുള്ള ഭാരതീയ ആധ്യാത്മികതയെ പരിചയപ്പെടുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിലൂടെ സഞ്ചരിച്ച് തുടങ്ങുമ്പോൾ നമ്മൾ നേരത്തെ ആർജിച്ചു വെച്ച പല അഭിപ്രായങ്ങളും മാറ്റേണ്ടി വരും. കാരണം ലൈവ് വയറിലാണ് നമ്മൾ സ്പർശിക്കാൻ പോകുന്നത്. മഹർഷീശ്വരന്മാരുടെ ചിന്തകൾ ലൈവ് വയറാണ്. പിടിച്ചാൽ അപ്പോൾ ഷോക്കടിക്കും. നാളെയൊന്നുമല്ല ഷോക്കടിക്കുക, അപ്പോൾ ഓൺ ദ സ്പോട്ട് മാറ്റങ്ങൾ ഉണ്ടാകും. അത്രയും ശക്തമാണ് അവരുടെ ചിന്തകൾ. അതുകൊണ്ട് അമൂല്യമായ അവരുടെ ചിന്തകൾ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തേണ്ടതായിരുന്നു നമ്മുടെ ജീവിതത്തിൽ. പക്ഷേ ആരുടെയൊക്കെയോ വാക്കുകൾ കേട്ട് അത് ശരിയാണെന്ന് ധരിച്ച് സ്വന്തം പൈതൃകത്തെ നഷ്ടപ്പെടുത്തിയവരാണ് നമ്മൾ. ജീവിതം ശോഭനമാക്കുവാൻ വേണ്ടി അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ദർശനങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് ശോഭനമല്ലാത്ത ഒരു ഭാവിയെ പുൽകിയവരാണ് നമ്മളെന്നും തിരിച്ചറിയണം. അതുകൊണ്ട് മഹർഷീശ്വരന്മാരുടെ ചിന്തകൾ യഥാർത്ഥമായിട്ട് അറിയേണ്ടത് ഇന്നത്തെ ലോകത്തിന്റെ ഒരാവശ്യമാണ്. നമ്മുടെ കുറച്ചു മനുഷ്യരുടെ മാത്രം ആവശ്യമല്ല. അതുകൊണ്ട് തിരിച്ച് നമുക്ക് വരാം. അർത്ഥം, അമൂല്യമായത്, അർത്ഥപൂർണമായത്, അർത്ഥസമ്പൂർണമായത് മനുഷ്യപ്രയത്നമാണത്. മനുഷ്യപ്രയത്നത്തിലൂടെയാണ് കാമമോക്ഷങ്ങൾ സാധിപ്പിക്കുന്നത്. പ്രയത്നമില്ലെങ്കിൽ ഒന്നും സാധിക്കില്ല. അപ്പോൾ മനുഷ്യപ്രയത്നം എങ്ങനെ പ്രയത്നിക്കണം? കാറൽ മാർക്സ് പോലും മനുഷ്യപ്രയത്നമാണ് ഒരു വസ്തുവിന് മൂല്യമുണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു. പക്ഷെ എങ്ങനെ പ്രയത്നിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞില്ല. എങ്ങനെ പ്രയത്നിച്ചാലാണ് മനുഷ്യന് ഗുണമുണ്ടാവുക എന്ന് ചിന്തിച്ച ലോകത്തിലെ ഏക ചിന്തകർ ഭാരതീയ മഹർഷീശ്വരന്മാരാണ്. പ്രയത്നത്തിലൂടെ മാത്രമേ കാമമോക്ഷങ്ങൾ സാധിക്കുകയുള്ളൂ എന്നുള്ളത് നിസ്തർക്യമായ കാര്യം. പക്ഷേ പ്രയത്നം എപ്പോഴും സുഖത്തിൽ കലാശിക്കണമെന്നുണ്ടെങ്കിൽ പ്രയത്നം ധാർമ്മികമായിരിക്കണം. ധാർമ്മികമായ രീതിയിൽ പ്രയത്നിച്ചാൽ മാത്രമേ മനുഷ്യൻ സുഖം അനുഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് ധാർമ്മികമായിട്ടുള്ള പ്രയത്നം,
യുധിഷ്ഠിരനോട് ശ്രീകൃഷ്ണനും പറഞ്ഞതാണ്, ആഗ്രഹങ്ങളിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല യുധിഷ്ഠിര, പക്ഷേ നിനക്ക് നിന്റെ ആഗ്രഹങ്ങളെ ധാർമ്മികങ്ങളാക്കി മാറ്റാൻ സാധിക്കും. അതുകൊണ്ട് ധർമ്മം, ശരിയായ രീതി എന്താണെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ധർമ്മത്തെ പറ്റിയിട്ട് വളരെ സൂക്ഷ്മമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ധർമ്മം പുസ്തകങ്ങളിലൂടെ ആർജിക്കാവുന്നതല്ല. പുസ്തകങ്ങൾ പറഞ്ഞു തരേണ്ടതല്ല നമ്മുടെ ധർമ്മങ്ങൾ. നമ്മൾ സ്വയം മനസ്സിലാക്കേണ്ടതാണ് ധർമ്മം. എങ്ങനെയാണത്? ധർമ്മം എന്നുള്ള വാക്കിന്റെ അർത്ഥം നോക്കിയിട്ട് നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. ധർമ്മം എന്ന വാക്കിന് ഡിക്ഷണറിയിൽ കൊടുത്തിട്ടുള്ള അർത്ഥം സ്വഭാവം എന്നാണ്. സഹജമായ ഭാവം, എന്റെ ശരിക്കുമുള്ള ഭാവം. അങ്ങനൊരു സാധനത്തെക്കുറിച്ച് നമുക്കറിയില്ല. നമുക്ക് ശരിക്കുമുള്ള നമ്മുടെ ഭാവത്തെ അറിയില്ല എന്ന് മാത്രമല്ല, ആരുടെയൊക്കെയോ മുമ്പിൽ ആരൊക്കെയോ ആണ് എന്ന് കാണിക്കുവാൻ വേണ്ടി നടത്തുന്ന പരിശ്രമങ്ങളെ ജീവിതമെന്ന് വിളിച്ച് ജീവിക്കാത്തവരായി ജീവിക്കുന്നു നമ്മൾ. സഹജമായ സ്വഭാവം, എന്റെയും നിങ്ങളുടെയുമൊക്കെ സഹജമായ സ്വഭാവം, അതാണ് ധർമ്മം. സഹജമായ സ്വഭാവാനുസൃതങ്ങളിൽ ആക്കി മാറ്റണം ആഗ്രഹങ്ങളെ. ഇപ്പോഴത്തെ നമ്മുടെ ആഗ്രഹങ്ങളൊന്നും സഹജമല്ല. ഇപ്പോഴത്തെ നമ്മുടെ ഒട്ടുമുക്കാൽ ആഗ്രഹങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളല്ല, മറിച്ച് നമ്മുടേതാക്കപ്പെടുന്ന ആഗ്രഹങ്ങളാണ്. പരസ്യങ്ങളുടെ നീർച്ചുഴികളിൽപ്പെട്ട് അത് നമുക്ക് വേണമെന്ന ചിന്ത നമുക്കുണ്ടാകുന്നു. ഉദാഹരണം പറയാം. കുറേ കാലങ്ങൾക്ക് മുമ്പ്, കുറേ വർഷങ്ങൾക്ക് മുമ്പ്, പണ്ട് കാലത്ത്, എന്റെയൊക്കെ ചെറുപ്പകാലത്ത് പണയം വെക്കുക എന്ന് പറഞ്ഞാൽ ഒരു മോശമായ കാര്യമായിരുന്നു. പണയം വെച്ചിട്ടാണ് ജീവിതം നടത്തുന്നത് എന്ന് പുറത്തറിയാതിരിക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടം ഇവിടെ ഇരിക്കുന്ന പലർക്കും ഓർമ്മയുണ്ടാകും. ഇന്നത്തെ പരസ്യങ്ങൾ പറയുന്നത് തന്നെ പണയം വെച്ച് സുഖമായി ജീവിക്കാനാണ്. ആഗ്രഹങ്ങൾ സാധിക്കാൻ വൈമനസ്യം പ്രകടിപ്പിക്കുന്ന ഒരാളോട് പരസ്യത്തിൽ ചോദിക്കുകയാണ്, എന്തിനാ ഇങ്ങനെ ദുഃഖിക്കുന്നത്? എന്റെ ആഗ്രഹം സാധിക്കാൻ ഒരു വഴിയുമില്ല. കയ്യിൽ കിടക്കുന്നത് സ്വർണ്ണമോതിരമല്ലേ, അത് പണയം വെച്ചാൽ സാധിക്കില്ലേ ആഗ്രഹം? അങ്ങനെ കയ്യിലുള്ളതെല്ലാം പണയം വെച്ചിട്ട് സാധിക്കാവുന്നതാണ് ആഗ്രഹമെന്ന് ധരിച്ച് ആഗ്രഹങ്ങൾ പുറത്തുനിന്ന് കിട്ടി അതിനനുസരിച്ച് ജീവിക്കുകയാണ് നമ്മൾ. അതുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചാലും നമുക്ക് വലിയ സുഖമൊന്നും തോന്നാറില്ല. കാരണം അത് നമ്മുടെ ആഗ്രഹമല്ല. പലപ്പോഴും നമ്മുടേതാണെന്ന് ധരിച്ച് അതിനുവേണ്ടി പ്രയത്നിച്ച് അത് സാധിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് വിചാരിച്ചത്ര സുഖമില്ല. നിങ്ങൾ സ്വന്തം ജീവിതത്തിലേക്ക് നോക്കിയാൽ ഞാൻ ഈ പറയുന്നത് അച്ചിട്ടാണെന്ന് മനസ്സിലാവും. ആഗ്രഹങ്ങൾ പുറത്തുനിന്നാണ് വരുന്നത്. പരസ്യങ്ങൾ സംഭാവന ചെയ്യുകയാണ് ആഗ്രഹം. ബുദ്ധിയുടെ പ്രവർത്തന രീതിയെ മനസ്സിലാക്കിയ പരസ്യകർത്താക്കൾ മനുഷ്യബുദ്ധിയെ സ്വാധീനിക്കുവാൻ രീതിയിലുള്ള പരസ്യങ്ങൾ ഉണ്ടാക്കി അവരുടെ ഉത്പന്നങ്ങളെ ചെലവഴിക്കുകയാണ്. ആ ഉത്പന്നങ്ങൾ ഓരോന്നും നമുക്ക് വേണ്ടതാണെന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിച്ച് അതിനുവേണ്ടി പ്രയത്നിച്ച് അത് സ്വായത്തമാക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു നമ്മൾ വിചാരിച്ചത്ര സുഖമില്ലാതിനാണ്. കാരണം അത് നമ്മുടേതല്ലായിരുന്നു. ആ ആഗ്രഹങ്ങളെല്ലാം പുറത്തുനിന്ന് വന്നതാണ്. സഹജമായിട്ടുള്ള സ്വഭാവമനുസരിച്ചിട്ടുള്ള ആഗ്രഹങ്ങൾ, ആ ആഗ്രഹങ്ങളുടെ സഫലീകരണത്തിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ അത് പിടിച്ചുപറിയായിത്തീരുന്നില്ല. സഹജമല്ലാത്ത ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി ശ്രമിക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പിടിച്ചുപറിക്കുന്ന പ്രയത്നം. സഹജമായിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള പ്രയത്നം, ആഗ്രഹം പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രയത്നം പിടിച്ചുപറിയാകുന്നില്ല. അതുകൊണ്ടാണ് യുധിഷ്ഠിരനോട് മഹാത്മാക്കൾ ഉപദേശിച്ചത് അശ്വമേധയാഗം ചെയ്യൂ. യുദ്ധക്കെടുതിയുടെ മൂർധന്യതയിൽ നിൽക്കുന്ന യുധിഷ്ഠിരനോട് മഹാത്മാക്കൾ ഉപദേശിക്കുകയാണ് മറ്റ് പല യുദ്ധങ്ങൾക്കും സാധ്യതയുണ്ടാക്കുന്ന അശ്വമേധയാഗം ചെയ്യാൻ. എന്താണ് കാരണം? എന്താണ് യഥാർത്ഥത്തിൽ യുധിഷ്ഠിരന്റെ ദുഃഖത്തിന് കാരണമെന്ന് അന്വേഷിച്ചാൽ കുരുക്ഷേത്രത്തിലെ യുദ്ധം കൗരവരെ തോൽപ്പിച്ചത് ധാർമ്മികമായ വഴികളിലൂടെ ആയിരുന്നില്ല. ഒരൊറ്റ കുരുവീരനെ പോലും നിഗ്രഹിച്ചത് ധാർമ്മികമായിരുന്നില്ല. ധാർമ്മികമായിട്ടല്ല ദ്രോണരെ കൊന്നത്, ധാർമ്മികമായിട്ടല്ല ഭീഷ്മരെ കൊന്നത്, ധാർമ്മികമായിട്ടല്ല കർണനെ കൊന്നത്, ധാർമ്മികമായിട്ടല്ലായിരുന്നു കുരുനന്ദനന്മാരെ ആരെയും പാണ്ഡവർ കൊന്നത്. ആ യുദ്ധം മുഴുവൻ കൃഷ്ണനാണ് ജയിച്ചത്.
കൃഷ്ണൻ വരുത്തിക്കൊടുത്ത ജയം മാത്രമാണ്. പാണ്ഡവരുടെ ഊക്കുകൊണ്ട് നേടിയ ജയമല്ല കുരുക്ഷേത്രത്തിലെ യുദ്ധം. തന്റേതല്ലാത്ത കാരണം കൊണ്ട് നേടുന്ന വിജയങ്ങളൊന്നും സുഖത്തിന് കാരണമാവുകയില്ല. അതുകൊണ്ട് അശ്വമേധയാഗം സജസ്റ്റ് ചെയ്യപ്പെടുകയാണ്. എന്താ കാരണം? അശ്വമേധം രാജാക്കന്മാർ ചെയ്യേണ്ടതാണ്. അത് ന്യായമായതാണ്. അശ്വമേധയാഗത്തിലൂടെ നടത്തുന്ന ന്യായമായ ധാർമ്മികമായ പ്രയത്നത്തിന്റെ ഫലമായിട്ട് യുധിഷ്ഠിരൻ നേടുന്നത് സുഖവും സന്തോഷവുമാണ്. ന്യായമായിട്ടുള്ള സഹജമായിട്ടുള്ള ആഗ്രഹങ്ങൾക്കും വാസനകൾക്കും അനുസരിച്ച് പ്രവർത്തിച്ചുണ്ടാകുന്ന സുഖം മാത്രമേ സുഖമാവുകയുള്ളൂ. അതുകൊണ്ട് പരസ്യങ്ങളുടെ പിടിയിൽപ്പെട്ടിട്ടുണ്ടാകുന്ന ആഗ്രഹങ്ങളുടെ പൂർത്തീകരണം സുഖത്തെ തരില്ല, ദുഃഖത്തെയായിരിക്കും പലപ്പോഴും തരിക. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ഫ്ലാഷ് ബാക്ക് ഓടിച്ചു നോക്കിയാൽ മനസ്സിലാവും ഞാൻ ഈ പറഞ്ഞത് ശരിയാണെന്ന്. അതുകൊണ്ട് ധാർമ്മികമായ സഹജമായ സ്വഭാവം അതിനനുസരിച്ചിട്ട് വേണം പ്രവർത്തിക്കാൻ. വലിയ ബുദ്ധിമുട്ടാത്. നമുക്കങ്ങനെ ഒരു ശീലമില്ല. ധർമ്മം എന്ന് നമ്മൾ കേട്ടിട്ടുള്ളത് മുഴുവൻ പുസ്തകങ്ങളിലൂടെ വായിച്ചിട്ടുള്ളതാണ്. ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് ആരൊക്കെയോ പറഞ്ഞു തരും എന്ന് വിചാരിച്ച് ആരുടെയൊക്കെയോ വാക്കുകൾ കേട്ട് അതനുസരിച്ച് ജീവിതത്തെ ഉരുക്കൂട്ടാൻ ശ്രമിച്ച് അതിൽ പരാജയപ്പെട്ട് നിൽക്കുകയാണ് ഞാൻ. മനുസ്മൃതി വായിച്ചു നോക്കി, യാജ്ഞവൽക്യ സ്മൃതി വായിച്ചു നോക്കി, മറ്റു പല ധർമ്മഗ്രന്ഥങ്ങളും നോക്കി. അതിലെല്ലാം പറഞ്ഞതനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടി പരിശ്രമിച്ച് തെന്നി വീണ് കിടക്കുകയാണ് ജീവിതകളരിയിൽ ഞാൻ. വേറെ ആൾക്കാർ എന്റേതാണെന്ന് പറഞ്ഞു തന്ന ധർമ്മങ്ങളൊന്നും അനുവർത്തിച്ചു നോക്കിയപ്പോൾ എനിക്ക് സുഖത്തെ തരുന്നില്ല എന്ന തിരിച്ചറിവിന്റെ ഉണർവിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഞാൻ ധർമ്മം അനുസരിക്കാൻ നോക്കി സുഖമുണ്ടാവുന്നില്ല. അപ്പോൾ സഹജമായ വാസന എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും പൂർവജന്മ കർമ്മങ്ങൾ അനുസരിച്ചിട്ടുള്ള വാസനകൾ, പൂർവജന്മ വാസനാനുസൃതമായിട്ടുള്ള ആഗ്രഹങ്ങളുടെ സഫലീകരണത്തിന് വേണ്ടി പ്രയത്നിക്കണം. നമ്മളുടെ ഓരോരുത്തരുടെയും കർമ്മം, പ്രയത്നം ധാർമ്മികമായിരിക്കണം. അത് നമ്മുടെ ലേറ്റന്റ് ടെൻഡൻസീസിന് വിധേയമായിട്ടായിരിക്കണം. നമ്മുടെ ആന്തരിക താളത്തിന് വിരുദ്ധമായിട്ടുള്ള താളത്തോടു കൂടിയിട്ടുള്ള ഒരു പ്രയത്നം ജീവിതത്തെ അവതാളത്തിൽ കൊണ്ടെത്തിക്കും. ഇന്ന് നമ്മുടെ പലരുടെയും ജീവിതം, അവർ ഒരു പക്ഷേ ഒരുപാട് പണം സമ്പാദിച്ചവരായിരിക്കാം, ഒരുപാട് പ്രശസ്തിയുള്ളവരുമായിരിക്കാം. പക്ഷേ അവരുടെ പ്രൈവറ്റ് ലൈഫിലേക്ക് നമ്മളൊന്ന് ചെന്ന് നോക്കിയാൽ അവിടെയൊക്കെ ഒരു ശോകമൂകതയും ദുഃഖവും തളം കെട്ടി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണത്? ധനമുണ്ടായിട്ടും പ്രശസ്തി ഉണ്ടായിട്ടും ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ് എന്ന് കരുതുന്ന പലതുണ്ടായിട്ടും എന്തുകൊണ്ടാണ് നമുക്ക് സുഖമുണ്ടാകാത്തത്? അത് നമ്മുടെ ആഗ്രഹം, വാസനാനുസൃതമായിട്ടുള്ള ആഗ്രഹമനുസരിച്ചായിരുന്നില്ല. ആരൊക്കെയോ പറഞ്ഞു വലിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്നതാണ് നല്ലത് എന്ന്. അത് അംഗീകരിച്ച് അവരുടെ വാക്കുകൾക്കനുസരിച്ച് എനിക്ക് ഇഷ്ടമാണോ അല്ലയോ എന്ന് നോക്കാതെ വലിയ ജോലി ഞാൻ ചെയ്തു, ഒരുപാട് പണം ഞാൻ സമ്പാദിച്ചു. പക്ഷേ എനിക്ക് സുഖം മാത്രം സമ്പാദിക്കാൻ സാധിച്ചില്ല. പേരുണ്ടായാലാണ് സുഖമെന്ന് വിചാരിച്ച് നാണം കെട്ട് പേരുണ്ടാക്കി ഞാൻ. പേരുണ്ടായിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതും എനിക്ക് സുഖം തരുന്നില്ല. കാരണം എന്റെ സുഖം എന്റെ സ്വാഭാവികമായിട്ടുള്ള വാസനകൾ അനുസരിച്ചിട്ടുള്ള പ്രവൃത്തിയിൽ നിന്നാണെന്ന് ഞാൻ മനസ്സിലാക്കാതെ പോയതാണ് എന്റെ ദുഃഖം. അതുകൊണ്ട് സഹജമായ സ്വഭാവം അതെങ്ങനെയാ കണ്ടുപിടിക്കുക? ധർമ്മം എങ്ങനെയാ മനസ്സിലാവുക? പണ്ട് വിദ്യാഭ്യാസത്തിലൂടെയായിരുന്നു അത് മനസ്സിലാവുക. പണ്ട് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ജീവിതമായിരുന്നു. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വിഷയങ്ങളുടെ പഠനമായിരുന്നില്ല, പഠനം മാത്രമായിരുന്നില്ല. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി, സുവോളജി, എക്കണോമിക്സ്, ജിയോഗ്രഫി, സോഷ്യോളജി, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി തുടങ്ങിയ വ്യത്യസ്ത വിഷയങ്ങളുടെ പഠനത്തിലൂടെ ആർജിക്കുന്നവയായിരുന്നില്ല പഴയകാലത്തെ വിദ്യാഭ്യാസം. പഴയകാലത്തെ വിദ്യാഭ്യാസം സമഗ്രമായ ജീവിതമായിരുന്നു. ഗുരുവിനോടൊപ്പം ഗുരുകുലത്തിൽ ഗുരുവിന്റെ വീട്ടിലെ ഒരു ഭാഗമായിട്ടാണ് പഠനം തുടങ്ങുന്നത്. ആ വീട്ടിലുണ്ടാകുന്ന, ആ വീട്ടുകാർക്കുണ്ടാകുന്ന സകല ബുദ്ധിമുട്ടുകളും
വിദ്യാർത്ഥി അനുഭവിക്കും. ജീവിതത്തെ അതിൻ്റെ പച്ചയിൽ അനുഭവിച്ച് ആ അനുഭവത്തിലൂടെ സ്വായത്തമാക്കുന്നതായിരുന്നു അറിവ്. ആ അറിവ് പഴഞ്ചനാണെന്നും അത് മോശമാണെന്നും നമ്മൾ തീരുമാനിച്ച് പാശ്ചാത്യരെ അനുകരിച്ച് വിദ്യാഭ്യാസം വിഷയപഠനമാക്കി നമ്മൾ മാറ്റി. വിദ്യാഭ്യാസം ജീവിതത്തിൽ നിന്ന് നമ്മളെ അടർത്തിയെടുത്തു. നമ്മൾ ആർജിച്ച വിദ്യയൊന്നും കർണന്റെ വിദ്യ പോലെ യുദ്ധക്കളത്തിൽ സഹായത്തിന് വരുന്നില്ല. പഠിച്ച അറിവുകളൊന്നും വളരെ മെനക്കെട്ട് സ്വായത്തമാക്കിയ മാത്സിലെ ഫോർമുലകളും ഫിസിക്സിലെ ഫോർമുലകളും കെമിസ്ട്രിയിലെ ഇക്വേഷൻസും ഒന്നും ജീവിതക്കളരിയിൽ സഹായത്തിന് വരുന്നില്ല. ദുഃഖിച്ച് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ജിയോഗ്രഫിയും ഹിസ്റ്ററിയും ഒന്നും സാന്ത്വനത്തിന് ഉതകുന്നില്ല. വിദ്യാഭ്യാസത്തെ ജീവിതത്തിൽ നിന്ന് അടർത്തി മാറ്റിയതിന്റെ പരിണതഫലം. വിദ്യാഭ്യാസം ജീവിതഗന്ധിയായിരുന്ന കാലത്ത് ഗുരുവിന്റെയും ഗുരുപത്നിയുടെയും കൂടെ ഗുരുവിന്റെ വീട്ടിൽ താമസിച്ചു പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് വിഷയങ്ങൾ മാത്രമായിരുന്നില്ല ആർജിച്ചത്, വിഷയത്തിനുപരിയായിട്ടുള്ള ജീവിതത്തെ ആർജിച്ചിരുന്നു. ആ ജീവിതം വിജയകരമാക്കാൻ അവർക്ക് സാധിച്ചിരുന്നു. പഴഞ്ചനാണെന്ന് പറഞ്ഞ്, പഴയതാണെന്ന് പറഞ്ഞ് പുതിയതിനെ ചിന്തിക്കാതെ വഴിയൊരുക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് സ്വന്തം ജീവിത സുഖങ്ങളാണ് എന്ന് തിരിച്ചറിയാതെ പോയ ഒരു ജനതയായി തീർന്നു നമ്മൾ. പുതിയതിനെ അന്ധമായി സ്വീകരിക്കുവാനും പഴയതെല്ലാം അന്ധമായി ത്യജിക്കുവാനും തയ്യാറായതിന്റെ പരിണതഫലം നമുക്ക് മാത്രമല്ല, ഈ സമൂഹത്തിന് മുഴുവൻ കാണാം. നിങ്ങൾ റോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ, ബസ്സിലിരിക്കുമ്പോൾ ചുറ്റുമുള്ളവരുടെ മുഖമൊന്ന് നോക്കൂ. സന്തോഷമുള്ള, സമാധാനമുള്ള ഒരു മുഖം കാണാൻ സാധിച്ചാൽ ഭാഗ്യം. ജീവിതഭാരം പേറി നടക്കുന്നവരുടെ ചിത്രമല്ലാതെ ആരെയും നമുക്ക് കാണാൻ സാധിക്കില്ല. ഇതൊക്കെ സത്യങ്ങളായ കാര്യമാണ്. എന്താ കാരണം? വിദ്യാഭ്യാസ സമ്പ്രദായത്തെ മാറ്റി. വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ സ്വായത്തമാകേണ്ടിയിരുന്ന ധർമ്മബോധത്തെ പുസ്തകങ്ങളുടെ പഠനത്തിലൂടെ ആർജിക്കാമെന്ന് കരുതി പുസ്തകങ്ങൾ അനവധി വായിച്ചു, ധാർമ്മികമായി ജീവിക്കാൻ പ്രയത്നിച്ചു. പക്ഷേ ജീവിതക്കളരിയിൽ പരാജയപ്പെട്ട് നിൽക്കുകയാണ്. ഇപ്പൊ ധർമ്മമാണോ വേണ്ടത്, അധർമ്മമാണോ വേണ്ടത് എന്ന് തിരിച്ചറിയാതെ അഭിമന്യു പത്മവ്യൂഹം ഭേദിച്ചതുപോലെ അകത്ത് ഒറ്റപ്പെട്ട് നിരായുധരായി നിൽക്കുകയാണ് നമ്മൾ. കാരണം വിദ്യാഭ്യാസ രീതിയെ മാറ്റി. വിദ്യാഭ്യാസ രീതി പഴയതായിരുന്ന കാലത്ത് നമ്മളെ അവരുടെ ജീവിതാനുഭവങ്ങളിലൂടെ പഠിപ്പിച്ച ചില സൂത്രങ്ങളുണ്ട്. നിസ്സാരമായിട്ടുള്ള സൂത്രങ്ങൾ, ജീവിതത്തെ ധന്യമാക്കാൻ സാധിക്കുമായിരുന്ന സൂത്രങ്ങൾ. 4 സൂത്രങ്ങൾ. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യ ദേവോ ഭവ, അതിഥി ദേവോ ഭവ. പഴഞ്ചനാണ് എന്ന് പറഞ്ഞു തള്ളുന്നതിന് മുമ്പ് നമുക്കൊന്നതിന്റെ അർത്ഥം ചിന്തിക്കാം. അമ്മ ഈശ്വര തുല്യമാണ്, അച്ഛൻ ഈശ്വര തുല്യനാണ്, ആചാര്യൻ ഈശ്വര തുല്യരാണ്. ഇന്ന് ആചാര്യന്മാരെ കാണുമ്പം വിദ്യാർത്ഥികൾക്ക് കല്ലെടുക്കാനാ തോന്നുക. എന്താ കാര്യം? ഈ പഹയനാണല്ലോ ഈശ്വര എന്റെ ജീവിതത്തെ ഇങ്ങനെയാക്കിയത് എന്ന്. ആചാര്യ ദേവോഭവ എന്ന സൂത്ര പഠനത്തിലൂടെ ജീവിച്ചു വന്ന ഒരാൾക്കത് തോന്നില്ല. മറിച്ച് എന്താ തോന്നുക? കാലു തൊടാനാ തോന്നുക. ഈ ആള് കാരണമാണല്ലോ എന്റെ ജീവിതം ഇങ്ങനെയെങ്കിലും ആയത്. ഒരേ ജീവിതമാണ്, കാഴ്ചപ്പാടിന്റെ മാറ്റം. അതിഥി ദേവോഭവ, അതിഥികൾ ഈശ്വര തുല്യരായിരിക്കട്ടെ. അതിഥി എന്നുള്ള വാക്കിനെ ഇംഗ്ലീഷിലെ ഗസ്റ്റ് എന്നോ വിസിറ്റർ എന്നോ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല. പല സംസ്കൃത വാക്കുകളും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഗസ്റ്റും വിസിറ്ററും ക്ഷണിക്കപ്പെട്ടോ വിളിച്ചു പറഞ്ഞിട്ടോ വരുന്നവരാണ്. ക്ഷണിക്കാതെ വിളിക്കാതെ നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ കയറി വന്നാൽ എന്ത് സംഭവിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. 5:30 മണി മുതൽ 9:30 മണി വരെ നമ്മുടെ വീടുകളിലെല്ലാം, മിക്കവാറും എല്ലാ വീടുകളിലും വല്ല വീട്ടിലെയും പെണ്ണുങ്ങളെ കാശു കൊടുത്തു കൊണ്ടുവന്നിരുത്തി നിർത്തി നടത്തി കിടത്തി കരയിക്കുകയാണ്. ഓടിച്ചിട്ടും കരയിക്കും. പെണ്ണുങ്ങൾ എത്ര ആഴ്ചയാണോ കരയുന്നത് അത്രയും സക്സസ്ഫുൾ ആണ് സീരിയലുകൾ. കരച്ചിൽ ആസ്വദിക്കുകയാണ് നമ്മൾ. കരച്ചിൽ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന നേരത്ത് വല്ലവരുടെയും കരച്ചിൽ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന നേരത്ത് കാശു കൊടുത്ത് വല്ല വീട്ടിലെയും പെണ്ണുങ്ങളെ സ്വന്തം വീട്ടിൽ കൊണ്ടുവന്നിരുത്തി കരയിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് മനുസ്മൃതി കൂട്ടുകയാണ്.
എത്ര നാരീസ്തു പൂജ്യന്തേ തത്ര രമന്തേ ദേവത. എവിടെ നാരി പൂജിക്കപ്പെടുന്നുവോ അവിടെ ദേവതകളെല്ലാം രമിക്കുന്നു എന്ന മനുസ്മൃതി വായിച്ചിട്ട് നമ്മൾ പറയാണ് ഇതൊക്കെ വെറുതെ പറയാട്ടോ, ഞങ്ങളുടെ ഒന്നും ജീവിതത്തിൽ ഇങ്ങനത്തെ അനുഭവമേ ഇല്ല. എങ്ങനെ ഉണ്ടാവുക? വല്ല വീട്ടിലെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തി കടത്തി ഓടിച്ച് കരയിക്കണേ. വീട്ടിലിരുത്തി കരയിച്ചിട്ട് പറയാണ് നാരി പൂജിക്കപ്പെടുന്നിടത്ത് ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് വെറുതെ പറയുകയാണ്. അങ്ങനെ നാരി കരഞ്ഞുകൊണ്ടിരിക്കുന്നത് രസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ വീട്ടിൽ കയറി വന്നാൽ നിങ്ങൾ എന്നോടൊന്നും പറയല്ല. കാരണം നിങ്ങൾ മാന്യരല്ലേ. മാന്യരായതുകൊണ്ട്, സിവിലൈസ്ഡ് ആയതുകൊണ്ട്, റിഫൈൻഡ് ആയതുകൊണ്ട്, കൾച്ചേർഡ് ആയതുകൊണ്ട് അൺവാണ്ടഡ് വേർഡ്സ് ഒന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറത്തു വരില്ല. വളരെ കൾച്ചേർഡ് അല്ലേ നിങ്ങൾ. പക്ഷെ നിങ്ങൾ എന്നെ ഒരു നോട്ടം നോക്കും. നോക്കുന്നതും റിഫൈൻഡ് ആയിരിക്കണമെന്ന് നിങ്ങളെ ആരെയും പഠിപ്പിച്ചിട്ടില്ല. നിങ്ങളുടെ നോട്ടത്തിലും നിങ്ങളുടെ ബോഡി ലാംഗ്വേജിലും റിഫൈൻമെന്റ് ഉണ്ടാകണമെന്ന് നിങ്ങളെ ആരും പഠിപ്പിച്ചിട്ടില്ല. സ്കൂളുകളിലൊന്നും അത് പഠിപ്പിച്ചിട്ടില്ല. വാക്കുകൾ കറക്റ്റായിട്ട് പോളിഷ്ഡായിട്ട് ഉപയോഗിക്കണം. കൃത്യമായിട്ടുള്ള വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൊഴിയണം. രാവിലെ കണ്ടാൽ എന്ത് പറയണം, ഉച്ചയ്ക്ക് കണ്ടാൽ എന്ത് പറയണം, വൈകുന്നേരം കണ്ടാൽ എന്ത് പറയണം, പിരിയുമ്പോൾ എന്ത് പറയണം, ഒന്നും പറയാനില്ലെങ്കിൽ എന്ത് പറയണം, ഇതൊക്കെ പഠിപ്പിച്ചു തന്നെങ്കിലും നോട്ടത്തിന്റെ റിഫൈൻമെന്റ് ഒന്നും ഒരു സ്കൂളിലും പഠിപ്പിക്കാത്തത് കൊണ്ട് ആ കാര്യത്തിൽ അൺറിഫൈൻഡ് ആയിട്ടുള്ള, അൺകൾച്ചേർഡ് ആയിട്ടുള്ള, അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള നിങ്ങൾ എന്നെ ഒന്ന് നോക്കും. നിങ്ങളുടെ നോട്ടത്തിന്റെ ഊക്കുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ മാത്രമല്ല, ആ സമയത്ത് ഒരു വീട്ടിലും ഞാൻ പോവുകയില്ല. എന്നാൽ നിങ്ങളെ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾ റിഫൈൻഡ് ആയിട്ടുള്ള നിങ്ങൾ എന്നോട് അൺറിഫൈൻഡ് വാക്കുകളൊന്നും, അൺകൾച്ചേർഡ് വാക്കുകളൊന്നും ഉച്ചരിച്ചിട്ടില്ല. നോട്ടം നോക്കിയതേ ഉള്ളൂ. നോട്ടത്തെ പഴിക്കാൻ ഒരു വിധിയുമില്ല. നോട്ടമുണർത്തുന്ന ഊക്ക് നിങ്ങളുടെ വീട്ടിൽ എന്നെ കയറ്റുകയില്ല. കാരണം എന്താ? ഞാൻ നിങ്ങളുടെ ഗസ്റ്റോ വിസിറ്ററോ അല്ല. ക്ഷണിച്ചിട്ട് വരുന്നവനോ സ്വയം വിളിച്ചു പറഞ്ഞിട്ട് വരുന്നയാളോ അല്ല. അതുകൊണ്ട് ഇന്നത്തെ ഗസ്റ്റുകളും ഇന്നത്തെ വിസിറ്റേഴ്സും ഗസ്റ്റും അതിഥികളല്ല. അതിഥി തിഥി അറിയാതെ, തിഥി ചോദിക്കാതെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ്. ജീവിതത്തിലേക്ക് ആരുടെയും അനുവാദമില്ലാതെ കടന്നു വരുന്നത് എന്താണ്? ജീവിതാനുഭവങ്ങൾ ചോദിക്കാറില്ല ആരുടെയും അനുവാദം. അതങ്ങ് കയറി വരികയാണ്. കയറി വരുന്ന ജീവിതാനുഭവങ്ങളെയെല്ലാം ഈശ്വര തുല്യമായി കാണാൻ പഠിപ്പിച്ച സംസ്കാരം. ജീവിതാനുഭവങ്ങളുടെ ആകത്തുകയാണ് ജീവിതം. ജീവിതം മുഴുവൻ ഐശ്വര്യപൂർണമായി അനുഭവിക്കുവാനും കാണാനും പഠിപ്പിച്ച സംസ്കാരം. അതിഥി ദേവോ ഭവ എന്ന ഒറ്റ സൂത്രത്തിലൂടെ ജീവിതത്തെ മുഴുവനും ഐശ്വര്യപൂർണമാക്കി മാറ്റുന്ന സംസ്കാരം. അത് പഴഞ്ചനാണ് എന്ന് പറഞ്ഞുപേക്ഷിച്ചു പുരോഗമനവാദികൾ. എന്നിട്ട് 4 മനോഹരമായിട്ടുള്ള റൈമുകൾ, മാതൃദേവോഭവ, പിതൃദേവോഭവ, ആചാര്യ ദേവോഭവ, അതിഥി ദേവോഭവ എന്നതിനേക്കാൾ മനോഹരമായ 4 റൈമുകൾ LKG മുതലേ പഠിപ്പിക്കാൻ തുടങ്ങി. 3+ വയസ്സ് മുതലേ പഠിപ്പിക്കാൻ തുടങ്ങി. എന്താണത്? ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ, അപ്പ് അബവ് ദ വേൾഡ് സോ ഹൈ, ലൈക്ക് എ ഡയമണ്ട് ഇൻ ദ സ്കൈ. കേട്ടപ്പോ സന്തോഷായി, പാടിയപ്പോ സന്തോഷായി, കൾച്ചേർഡായി. അർത്ഥം അറിയാൻ വയ്യാത്തതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ലാതെയുമായി. എന്താ മക്കളെ പഠിപ്പിക്കുന്നത്? 3+ മുതൽ പഠിപ്പിക്കുന്നത് എന്താന്ന് വെച്ചാൽ, അല്ലയോ മോനെ, മോളെ, മക്കളെ, നിന്റെ ലോകത്തിന്റെ അപ്പുറമുള്ള ദാറ്റ് വിച്ച് ഈസ് അബവ് യുവർ സ്കൈ യു ആർ നെവർ ഗോയിങ് ടു അറ്റൈൻ. ലോകത്തുള്ളത് തന്നെ അറ്റൈൻ ചെയ്യുന്നില്ല, പിന്നെയല്ലേ ലോകത്തിന്റെ അപ്പുറമുള്ളത്. അല്ലയോ മക്കളെ, നിന്റെ ലോകത്തിന്റെ അപ്പുറം മിന്നിത്തിളങ്ങി കാണുന്ന ആ വജ്രസമാനമായ നക്ഷത്രം ഇല്ലേ? ഉണ്ട്. അത് കണ്ട് അന്തവും കുന്തവും ഇല്ലാതെ വണ്ടറടിച്ചു നിന്നു. നിനക്ക് കിട്ടില്ല. നിനക്ക് കിട്ടാത്ത മനോഹരമായതെല്ലാം കണ്ട് അന്തവും കുന്തവും ഇല്ലാതെ നിന്നു. ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ. എന്താണെന്ന് പോലും അറിയാതെ ഞാൻ വണ്ടറടിച്ച് അന്തവും കുന്തവും ഇല്ലാതെ നിൽക്കുകയാണ്. ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ, അപ്പ് അബവ് ദ വേൾഡ് സോ ഹൈ, ലൈക്ക് എ ഡയമണ്ട് ഇൻ ദ സ്കൈ. മക്കൾ കുറേ കാലം അന്തവും കുന്തവും ഇല്ലാതെ മാനം നോക്കി നിന്ന് കഴിഞ്ഞപ്പം ആർക്കായാലും തോന്നും എന്തെങ്കിലും ഒന്ന് ചെയ്യണം, ആരെയെങ്കിലും ഒന്ന് സഹായിക്കണം എന്ന്. മക്കൾ തലയൊന്ന് താഴ്ത്തി സഹായിക്കുമോ, എന്തെങ്കിലും ചെയ്തേക്കുമോ എന്ന് പേടിച്ച സമൂഹം 2ാമത്തെ റൈം അവന് ചൊല്ലിക്കൊടുത്തു. ജാക്ക് ആൻഡ് ജിൽ വെന്റ് അപ്പ് ദ ഹിൽ ടു ഫെച്ച് എ പെയിൽ ഓഫ് വാട്ടർ.
Jack fell down and broke his crown and Jim came tumbling after. മക്കളെ, പണ്ട് ജാക്ക് എന്ന് പറഞ്ഞൊരുത്തൻ വെള്ളം കോരാൻ പോയി. അവൻ തലയും കുത്തി താഴെ വീണ് അവന്റെ തല പൊട്ടി. അവനെ സഹായിക്കാനാണെന്ന് പറഞ്ഞ് ജില്ലെന്ന് പറഞ്ഞൊരുത്തൻ പോയി. അവന് ഇത് തന്നെ ഗതി. അതുകൊണ്ട് ഒരു പണിയും ചെയ്യരുത്, ആരെയും സഹായിക്കരുത്. മക്കളപ്പ ചോദിക്കും, വെറുതെ ഇരുന്നോട്ടെ? ഹംറ്റി ഡംറ്റി സാറ്റ് ഓൺ എ വാൾ. ഹംറ്റി ഡംറ്റി ഹാഡ് എ ഗ്രേറ്റ് ഫാൾ. വെറുതെ ഇരുന്നതാ ഹംറ്റി ഡംറ്റി, താഴെ വീണ് തലയും പൊട്ടി. വെറുതെ ഇരിക്കരുത്. സർഗാത്മകമായി ബാലന്മാരും ബാലികമാരും എന്തെങ്കിലും ചെയ്തേക്കുമോ എന്ന് ഭയപ്പെട്ട് സമൂഹം 4ാമത്തെ റൈമ് കൊണ്ട് സർവസർഗശേഷിയും ഇല്ലാതാക്കുന്നു. ലണ്ടൻ ബ്രിഡ്ജ് ഈസ് ഫാളിംഗ് ഡൗൺ, ഫാളിംഗ് ഡൗൺ, ഫാളിംഗ് ഡൗൺ. ഓം ശാന്തി 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 എന്ന് പറയുന്ന പോലെ. ആ റൈം നിങ്ങൾക്ക് മുഴുവൻ അറിയാമെങ്കിൽ ഒന്ന് മനസ്സിൽ ഓടിച്ചു പോയാൽ, സ്പീഡിൽ ഒന്ന് ഓടിച്ചു പോയാൽ മനസ്സിലാകും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യവും ആ റൈമിലില്ല. 3ാമത്തെ വയസ്സ് മുതൽ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. ഒരു പണിയും ചെയ്യരുത്, ആരെയും സഹായിക്കരുത്, വെറുതെ ഇരിക്കരുത്. എന്തെങ്കിലും ചെയ്താൽ ചെയ്യുന്നത് പൊളിഞ്ഞു വീഴും. അതുകൊണ്ട് നീ അന്തവും കുന്തവും ഇല്ലാതെ മാനം നോക്കി നിന്നോളാൻ. അന്തവും കുന്തവും ഇല്ലാതെ മാനം നോക്കി ഇരിക്കുന്നതിനിടയിൽ അവനൊരു പുതിയ സംസ്കാരവും കൂടി കൊടുക്കുന്നു. യൂസ് ആൻഡ് ത്രോ. ഉപയോഗിച്ചത് ആവശ്യം കഴിഞ്ഞാൽ വലിച്ചെറിയണം. വെള്ളം കുടിക്കാൻ തന്നാൽ ആ ഗ്ലാസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വലിച്ചെറിയണം. വെള്ളം തന്ന കുപ്പി ക്രഷ് ചെയ്ത് കളയണം. ആഹാരം തന്ന പ്ലേറ്റ് ക്രഷ് ചെയ്ത് കളയണം. യൂസ് ചെയ്ത സിറിഞ്ച് വലിച്ചെറിയണം. ഉപയോഗിച്ചതെല്ലാം ഉപയോഗം കഴിഞ്ഞാൽ വലിച്ചെറിയണം. അന്തവും കുന്തവും ഇല്ലാതെ മാനം നോക്കി നിന്നതിനിടയ്ക്ക് ഒന്ന് കഴുത്തിന്റെ വേദന മറയ്ക്കാൻ തല താഴ്ത്തിയപ്പോൾ, പണ്ട് കറുത്തിരുന്ന, ഉപയോഗമുണ്ടായിരുന്നപ്പോൾ കറുത്തിരുന്ന 2 തലകൾ, അത് കറുത്തിരുന്ന സമയത്ത് അതിനെക്കൊണ്ട് ഉപയോഗമുണ്ടായിരുന്നപ്പോൾ അതിലൊന്നിനെ ഞാൻ അമ്മ എന്നും മറ്റതിനെ ഞാൻ അച്ഛൻ എന്നുമാണ് വിളിച്ചിരുന്നത്. എനിക്ക് ഉപയോഗമുണ്ടായിരുന്ന കാലത്ത് ഉപയോഗിച്ചിരുന്ന വസ്തുക്കളെ പൊന്നുപോലെ നോക്കാൻ നിങ്ങൾ എന്നെ പഠിപ്പിച്ചു. എനിക്ക് ഉപയോഗമുണ്ടായിരുന്ന വസ്തുക്കളെ ആരെങ്കിലും എടുക്കുന്ന കൈവെട്ടാൻ നിങ്ങൾ എന്നെ പഠിപ്പിച്ചു. ആർക്കും ഒന്നും കൊടുക്കാതെ നിന്റെ കാര്യങ്ങൾ നീ സംരക്ഷിക്കേണ്ടതാണ് എന്ന് നിങ്ങൾ എന്നെ പഠിപ്പിച്ചു. ഉപയോഗം കഴിഞ്ഞാൽ അത് വലിച്ചെറിയുവാനും നിങ്ങൾ എന്നെ പഠിപ്പിച്ചു. വലിച്ചെറിയുന്നതിന് വേണ്ടിയിട്ട് മനോഹരമായിട്ടുള്ള വേസ്റ്റ് ബാസ്ക്കറ്റുകൾ ഉണ്ടാക്കാനുള്ള ട്രെയിനിങ്ങും നിങ്ങൾ എനിക്ക് സ്കൂളുകളിൽ തന്നു. എനിക്ക് ഉപയോഗമായിരുന്നത് ഉപയോഗശൂന്യമായാൽ വലിച്ചെറിയേണ്ടതാണ് എന്നും വലിച്ചെറിയേണ്ടത് മനോഹരമായ സ്ഥലത്തായിരിക്കണമെന്നും നിങ്ങൾ എന്നെ പഠിപ്പിച്ചു. ഞാനത് ഓർത്തു. എനിക്ക് ഉപയോഗമുണ്ടായിരുന്നപ്പോൾ അതിലൊന്നിനെ ഞാൻ അമ്മ എന്നും മറ്റതിനെ ഞാൻ അച്ഛനെന്നും വിളിച്ചിരുന്നു. ഇപ്പം എനിക്ക് അവരെ കൊണ്ട് പ്രത്യേകിച്ച് യൂസ് ഒന്നും ഇല്ല. അവർ എൻ്റെ ജീവിതത്തിൽ യൂസ്ലെസ്സുകളാണ്. അച്ഛനും അമ്മയും യൂസ്ലെസ് ആയാൽ പെൻസിൽ യൂസ്ലെസ് ആവുന്നത് പോലെ, പെൻ യൂസ്ലെസ് ആവുന്നത് പോലെ, ഗ്ലാസ് യൂസ്ലെസ് ആവുന്നത് പോലെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ കൊണ്ടിടാൻ പറ്റില്ല. കാരണം ഹ്യൂമൻ വേസ്റ്റ് ഡിസ്പോസൽ ഗ്ലോബൽ ഇഷ്യൂ ആണ്. അത്ര പെട്ടെന്നൊന്നും കൊണ്ട് കളയാൻ പറ്റില്ല. ഞാൻ പുറത്തേക്കിറങ്ങി. എന്റെ മുഖത്തെ ദുഃഖം കണ്ട് എന്റെ സുഹൃത്ത് ചോദിച്ചു, എന്താ ദുഃഖിച്ചിരിക്കുന്നത്? വീട്ടിലിരിക്കുന്ന പാഴ്വസ്തുക്കളെക്കുറിച്ച് ഞാൻ സംസാരിച്ചു. അവനും പറഞ്ഞു, അവന്റെ വീട്ടിലുള്ള പാഴ്വസ്തു 2 ഇല്ല, 1.5 ഉള്ളൂ. ഒന്ന് പാരാലിസിസ് ആയിട്ട് കിടപ്പാ. 3ാമതൊരുത്തൻ വന്നു, അവന്റെ വീട്ടില് 1 ഉള്ളൂ, ഒന്ന് നേരത്തെ പോയി, ദൈവാധീനം. 4ാമത്തവന്റെ വീട്ടിൽ 1.5 ഉള്ളൂ, ബാക്കി പാരാലിസിസ് ആയിട്ട് കിടപ്പുക. 1.5 1.5 ഉള്ളവൻ അറിയാം അതിന്റെ ബുദ്ധിമുട്ട്. 1 2 ഉള്ളവൻ ഭാഗ്യവാൻ. അവരവരുടെ കാര്യം അവരവർ ചെയ്തോളൂ. ഞങ്ങൾ വട്ടമേശ സമ്മേളനം കൂടി. നിങ്ങൾ പഠിപ്പിച്ച് തന്ന നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരു രീതിയിലും അർത്ഥമുണ്ട് എന്ന് തോന്നിപ്പിക്കാതിരുന്ന വാക്കുകൾ, അത് വെറുതെ ഉച്ചരിക്കേണ്ടതാണ് എന്ന ധാരണ ഞങ്ങളിൽ ഉണ്ടാക്കി തന്നു. ഞങ്ങൾ അത് വെറുതെ ഉച്ചരിച്ചു. ലവ്, കമ്പാഷൻ, സിംപതി, കൈൻഡ്നസ് തുടങ്ങിയ മനോഹരമായ വാക്കുകൾ, കേൾക്കുമ്പോൾ തന്നെ കേൾക്കുന്നവരിൽ രോമാഞ്ചമുണർത്തുന്ന വാക്കുകൾ. ആ വാക്കുകൾ നിങ്ങളുടെ ആരുടെയും ജീവിതത്തിൽ ഒരു രീതിയിലും പ്രവർത്തിച്ചതായിട്ട് ഞങ്ങൾ കണ്ടില്ല. നിങ്ങളുടെ ജീവിതത്തിൽ വെറും ആഡംബരത്തിനും ആഘോഷത്തിനും വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഓർണമെന്റൽ ആയിട്ടുള്ള വാക്കുകൾ ഞങ്ങൾ ചവച്ചു തുപ്പി. സ്കൂളിൽ പഠിപ്പിച്ച വേസ്റ്റ് ബാസ്ക്കറ്റ് നിർമ്മാണ കലയെ ഞങ്ങൾ ഓർത്തു. സമൂഹത്തിന്റെ മൂലയ്ക്കും മുക്കിനും മൂലയ്ക്കുമൊക്കെ പാഴ്വസ്തുക്കളായ അച്ഛനമ്മമാരെ കൊണ്ടിടുവാൻ വേണ്ടി ഞങ്ങൾ വേസ്റ്റ് ബാസ്ക്കറ്റുകൾ ഉണ്ടാക്കി. അച്ഛനമ്മമാരെ ശ്രദ്ധിക്കുവാൻ, കെയർ ചെയ്യുവാൻ സമയമില്ലാത്ത മക്കൾ അതിന് പേരിട്ടു ഓൾഡ് കെയർ ഹോം.
എന്നിട്ട് സമൂഹത്തിന്റെ സംസ്കാര സമ്പന്നതയെക്കുറിച്ച്, സമൂഹത്തിന്റെ വിശാലതയെക്കുറിച്ച്, സമൂഹത്തിന്റെ കൾച്ചറിനെ കുറിച്ച് ഒക്കെ മൈക്ക് കിട്ടുമ്പോൾ ഘോരഘോരം പ്രസംഗിക്കുന്നു. ഇതാണോ സംസ്കാരം? ഇതിലേക്കാണോ നിങ്ങൾ നിങ്ങളുടെ മക്കളെ വളർത്തുന്നതും നിങ്ങൾ പോകുന്നതും? എങ്കിൽ നിങ്ങളുമായിട്ട് വിയോജിക്കുവാനും യാതൊരു രീതിയിലും ബന്ധപ്പെടാതിരിക്കുവാനും എന്നെ പോലെയുള്ള പഴഞ്ചന്മാർ ആഗ്രഹിക്കുന്നു. അച്ഛനമ്മമാരെ നോക്കാത്ത, മക്കളെ നോക്കാത്ത ഒരു സമൂഹം സാംസ്കാരിക സമ്പന്നമായ ഒരു സമൂഹമല്ല, അധപ്പതിക്കുന്ന ഒരു സമൂഹമാണ്. കൂണുകൾ മുളയ്ക്കുന്നത് പോലെ സമൂഹത്തിലുണ്ടാകുന്ന വൃദ്ധമന്ദിരങ്ങളും അനാഥാലയങ്ങളും സമൂഹത്തിന്റെ സംസ്കാരരാഹിത്യത്തെയാണ് കാണിക്കുന്നത്, സംസ്കാര സമ്പന്നതയല്ല. എന്റെ വാക്കുകളിലെ തീക്ഷ്ണതയും തീവ്രതയും ക്ഷമിക്കുകയല്ലാതെ നിങ്ങൾക്ക് വേറെ ഒരു വഴിയുമില്ല. കാരണം സത്യമാണ് ഈ പറയുന്നത്. ഇതാണോ സംസ്കാരം? ധർമ്മം വിദ്യാഭ്യാസത്തിലൂടെ, ഗുരുകുല സമ്പ്രദായത്തിലൂടെ നേടിയിരുന്ന കാലത്ത് ഇതായിരുന്നില്ല ധർമ്മം. ഇങ്ങനെയായിരുന്നില്ല മനുഷ്യൻ പെരുമാറിയിരുന്നത്. വ്യാധഗീതയിൽ വ്യാധൻ എന്ന ഇറച്ചിവെട്ടുകാരൻ തന്റെ അടുത്ത് വരുന്ന ബ്രാഹ്മണകുമാരനോട് പറയുന്നു, അല്ലയോ ബ്രാഹ്മണകുമാര, അച്ഛനമ്മമാരെ നോക്കി അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുന്നതാണ് ധർമ്മം. ഒരു പടിയും കൂടി മുന്നോട്ട് പോയി വ്യാധൻ പറയുന്നു, അച്ഛനമ്മമാർ അധാർമികമായ കാര്യങ്ങൾ സാധിച്ചു പറഞ്ഞാലും ഞാനത് സാധിപ്പിച്ചു കൊടുക്കും. അച്ഛനമ്മമാരുടെ അധാർമികമായിട്ടുള്ള കാര്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുന്നതും ഒരു മകന്റെ ധർമ്മം. പറയുമ്പോൾ എനിക്ക് രോമാഞ്ചമുണ്ടാകുന്നു. ഇതാണ് ഭാരതീയ സംസ്കാരം. ഇത് മുഴുവൻ വലിച്ചെറിഞ്ഞിട്ട് നമ്മൾ നടക്കുകയാണ് കൾച്ചേർഡായി എന്നിട്ട് സുഖം ഉണ്ടാവുന്നില്ല. കാരണം ധർമ്മം വിദ്യാഭ്യാസത്തിലൂടെയായിരുന്നു സ്വായത്തമാക്കിയിരുന്നത്. ആ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ മാറ്റി. വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഭാഷ മാറ്റിയത് മാത്രമല്ല നമ്മുടെ കുഴപ്പം. വിദ്യാഭ്യാസത്തിലൂടെ സ്വന്തം ധർമ്മത്തെ ആർജിക്കാൻ കഴിയാതെ പോയതാണ് നമ്മുടെ കുഴപ്പം. വിദ്യാഭ്യാസ സമ്പ്രദായത്തെ നമ്മൾ മാറ്റി. നമുക്കിനിയും ആ കാലഘട്ടത്തിലേക്കൊക്കെ തിരിച്ചു പോകാൻ പറ്റുമോ എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ്. അറിയില്ല. പറ്റിയാൽ നല്ലത്, പറ്റാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എങ്ങനെ നമ്മുടെ ധർമ്മത്തെ വിദ്യാഭ്യാസത്തിലൂടെ അത് അറിയുവാനുള്ള ഒരു സാവകാശം നമുക്കിനിയില്ല. ഇനി എങ്ങനെ നമ്മൾ നമ്മുടെ ധർമ്മത്തെ തിരിച്ചറിയും? നമുക്ക് എന്താ വേണ്ടത് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നാം നമ്മുടെ കൂടെ കുറച്ചു നേരം ഇരിക്കണം. നമുക്കൊരു വസ്തുവിനെ ഒരു വസ്തുവിനെ കുറിച്ച് നല്ല പരിചയമുണ്ടാകണമെന്നുണ്ടെങ്കിൽ ആ വസ്തുവുമായിട്ട് നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം. ഒരു വ്യക്തിയെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കണം. ഒരു ഒബ്ജക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, ലാപ്ടോപ്പിനെ കുറിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, കമ്പ്യൂട്ടറിനെ കുറിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, കാറിനെ കുറിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, എയർപ്ലെയിനിനെ കുറിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതുമായിട്ട് നമ്മൾ സമയം സ്പെൻഡ് ചെയ്യണം. ഒരു വസ്തുവുമായിട്ട് ഇടപഴകുമ്പോഴാണ്, ഒരു വ്യക്തിയുമായിട്ട് ഇടപഴകുമ്പോഴാണ് ആ വ്യക്തിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാവുക. വ്യക്തിയെ മനസ്സിലാകുമ്പോഴാണ് ആ വ്യക്തിയുടെ ഇഷ്ടവും അനിഷ്ടവും നമുക്ക് മനസ്സിലാവുക. ഒരു വസ്തുവുമായിട്ട് ഇടപഴകുമ്പോഴാണ് ആ വസ്തുവിനെ ഉപകാരപ്രദമായി ഉപയോഗിക്കേണ്ട രീതി മനസ്സിലാവുക. അപ്പോൾ നമ്മുടെ ധർമ്മം എന്താണെന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കൂടെ കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യണം. അത് മാത്രം പറയരുത്. എന്താ കാര്യം? എൻ്റെ കൂടെ ഞാൻ കുറച്ചു നേരം ഇരുന്നാൽ എനിക്ക് ബോറടിക്കും. എൻ്റെ കൂടെ കുറച്ചു നേരം ഞാൻ വെറുതെ ഇരുന്നാൽ എനിക്ക് ബോറടിക്കും. ഞാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഞാനാണേ, അല്ലാണ്ട് എനിക്ക് മാത്രമല്ല, ഇത് എല്ലാവർക്കും ഉള്ളതാ. വെറുതെ ഇരുന്നാലോ ഉടൻ ടി വി ഓൺ ചെയ്യും. ഒന്നും കാണാനില്ല ടി വിയിൽ, എന്നാലും സ്ക്രോൾ ചെയ്യും. ആദ്യത്തെ ചാനൽ മുതൽ അവസാനത്തെ ചാനൽ വരെ, അവസാനത്തെ ചാനൽ മുതൽ ആദ്യത്തെ ചാനൽ വരെ സ്ക്രോൾ ചെയ്യാൻ ഇപ്പൊ എളുപ്പമാണ്. റിമോട്ട് ഉണ്ട് കയ്യിൽ. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആരോസ് ഒന്ന് ഞെക്കും. എന്നിട്ട് വെറുതെ കുറച്ചു നേരം ഇരിക്കും. ആരെങ്കിലും ഒക്കെ കരയുകയാണെങ്കിൽ അത് കുറച്ചു നേരം കാണും. പാട്ടു പാടിപ്പിക്കുന്ന പരമ്പരകൾ, ആ പരമ്പരകൾ വിജയിക്കണമെങ്കിലും കരച്ചിൽ വേണം. സ്റ്റാർ സിംഗേഴ്സ് വിജയകരമാകുന്നത് അതിലെ പാട്ടുപാടുന്നവർ പുറത്താകുമ്പോൾ ഉണ്ടാകുന്ന കരച്ചിലിലൂടെയാണ്. കരച്ചില് ജീവിതത്തിൽ ഒരു വലിയ ആസ്വാദ്യ വസ്തുവായി തീർന്നു. ഏത് സീരിയലും സക്സസ് ആവുന്നത് കരച്ചിലൂടെയാണ്. എത്ര സീരിയസ് ആയിട്ടുള്ളതാണെങ്കിലും അതിലിരുന്ന് കരഞ്ഞാൽ, ഞാൻ ഇവിടെ പ്രഭാഷണം ചെയ്യുന്നതിനിടയിൽ ഇരുന്ന് പൊട്ടിക്കരിഞ്ഞ അരഞ്ഞാൽ ഇതിന്റെ ഇരട്ടി ആളുകൾ ഇവിടെ വരും.
എന്റെ കരച്ചിൽ കണ്ട് ആസ്വദിക്കാൻ, വല്ലവരുടെയുമൊക്കെ ദുഃഖം കാണുന്നതിൽ ആസ്വദിക്കുന്ന നമ്മൾ മറന്നുപോകുന്നു നമ്മളും മറ്റുള്ളവരുടെ കണ്ണിൽ വല്ലവരാണ് എന്ന്. വല്ലവരുടെയൊക്കെ ദുഃഖം കാണുകയാണ്. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഞാനും വല്ലവനുമാണ്. നിങ്ങൾക്ക് സന്തോഷിക്കാൻ എനിക്കും, എനിക്ക് സന്തോഷിക്കാൻ നിങ്ങൾക്കും ആവശ്യത്തിന് ദുഃഖമുണ്ടാകുന്നതിൽ ആരെയും പഴിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഒറ്റയ്ക്കിരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ കരച്ചിൽ കണ്ടുകൊണ്ടിരിക്കും. അപ്പൊ കറണ്ട് പോയാൽ ഇപ്പോൾ ഉള്ള ആധുനികത സമ്മാനിച്ച കമ്മ്യൂണിക്കേഷൻ ഉപകരണമായ മൊബൈൽ കയ്യിലെടുക്കും. ആരെയും വിളിക്കാനൊന്നുമില്ല, ആരോടും വലിയ ബന്ധമൊന്നുമില്ലെങ്കിലും കോൺടാക്ട് ലിസ്റ്റ് ഒന്ന് ഓൺ ചെയ്യും. എന്നിട്ട് A to Z-ഉം Z to A-യും TV ചാനലുകൾ സ്ക്രോൾ ചെയ്തതുപോലെ ഒന്ന് സ്ക്രോൾ ചെയ്യും. അതിലൊരു പേരിൽ ഞെക്കും. ഒന്നും പറയാനുമില്ലെങ്കിലും വിദ്യാഭ്യാസത്തിന്റെ ഊക്കുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയാൻ പഠിച്ചവരാണ് നമ്മൾ. കാരണം കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകൾ ഉള്ളവരാണ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് പഠിപ്പിക്കുന്ന സ്കില്ല്. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് സ്വായത്തമാക്കി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോഴാണ് മൊബൈലിലെ ബാറ്ററി തീർന്നു, ചാർജ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? പുറത്തേക്ക് ഇറങ്ങും. എന്താ കാര്യം? എന്റെ കൂടെ ഇരുന്നാൽ എനിക്ക് ബോറടിക്കും. എന്റെ കൂടെ ഇരുന്നാൽ, ഒറ്റയ്ക്കിരുന്നാൽ എന്നെ ബോറടിപ്പിക്കുന്നത് ആരാ? ഞാൻ. അപ്പം എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബോറൻ ആരാ? ഞാൻ തന്നെ എന്റെ ജീവിതത്തിൽ എനിക്ക് വലിയ ബോറനായതുകൊണ്ട്. നിങ്ങളുടെ ജീവിതത്തിലൊക്കെ ഞാൻ ബോറൻ അല്ലെങ്കിൽ അല്ലേ അത്ഭുതമുള്ളൂ. എന്റെ കൂടെ ഇരുന്നാൽ എനിക്ക് ബോറടിക്കും. എന്റെ കൂടെ ഇരുന്നാൽ എനിക്ക് ബോറടിക്കും എന്നുള്ളത് കൊണ്ട് എനിക്ക് ഒരിക്കലും എന്നെ മനസ്സിലാകുന്നില്ല. എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട്, എനിക്ക് എന്താ വേണ്ടത് എന്ന് തിരിച്ചറിയാതെ, കണ്ടവർ പറയുന്നതെല്ലാം എന്റെ നന്മയ്ക്കാണെന്ന് ധരിച്ച് അതിന്റെ പുറകെ ഓടി നേടുന്നതൊന്നും എനിക്ക് സുഖം തരുന്നില്ല എന്ന് തിരിച്ചറിയുന്നു ഞാൻ. അതുകൊണ്ട് എന്റെ ധർമ്മം കണ്ടുപിടിക്കാൻ, വിദ്യാഭ്യാസം മാറ്റിമറിക്കാനൊന്നും ഇനി നമുക്ക് സാധിക്കാത്തതുകൊണ്ട് നമുക്ക് നമ്മുടെ കൂടെ ഇരിക്കാൻ സാധിക്കണം. അതാണ് മെഡിറ്റേഷൻ, അതാണ് ധ്യാനം. അതൊക്കെ വരുന്ന ദിവസങ്ങളിൽ എങ്ങനെയാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത് അതൊക്കെ നമുക്ക് ഇലാബറേറ്റ് ചെയ്യാം. എങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഇലാബറേറ്റ് ചെയ്യും. നമ്മുടെ കൂടെ നമ്മൾ ഇരുന്ന് നമ്മളെ മനസ്സിലാക്കുമ്പോൾ നമ്മളിലെ പ്ലസസും മൈനസസും, നമ്മളിലെ പോസിറ്റീവ്സും നെഗറ്റീവ്സും നമ്മൾ മനസ്സിലാക്കും. നമ്മളുടെ ദൗർബല്യങ്ങളും ബലങ്ങളും നമുക്ക് മനസ്സിലാകും. നമ്മളുടെ ദൗർബല്യങ്ങളും ബലങ്ങളും നമുക്ക് മനസ്സിലാകുമ്പോൾ സഹജമായിട്ടുള്ള ധാർമ്മികമായ വാസനകളെ തിരിച്ചറിയുകയും വേണ്ടതും വേണ്ടാത്തതും മനസ്സിലാവുകയും, അങ്ങനെ ധാർമ്മികമായ വാസനകൾക്കനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ അത് സഹജമായ പ്രവർത്തനമായി തീരുകയും പിടിച്ചുപറിയല്ലാതെയായി തീരുകയും പിടിച്ച് പറിച്ച് നേടിയെടുക്കുന്നതല്ലാതായി തീരുകയും, അങ്ങനെ നേടിയെടുക്കുന്നതെല്ലാം നമ്മുടെ സുഖത്തിനു വേണ്ടി ആയി തീരുകയും ചെയ്യും. മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 4: ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഈ ധർമാർത്ഥ കാമ മോക്ഷങ്ങളിൽ നിന്നുകൊണ്ടാണ്, ഈ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ഭാരതീയ സംസ്കാരത്തിലെ ഏത് ദർശനവും കെട്ടിപ്പടുത്തുയർത്തിയിട്ടുള്ളത്. ഈ 4 തൂണുകളെ തിരിച്ചറിയാൻ പറ്റാതെ പോയാൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ധാർമ്മികമായ സഹജമായ വാസനകളെ കണ്ടുപിടിക്കുമ്പോൾ നമ്മളിൽ ഒരു പക്ഷെ നമ്മൾ കണ്ടുപിടിക്കുക ആസുരികമായിട്ടുള്ള വാസനകളായിരിക്കും. നമ്മുടെ സഹജമായ വാസനകൾ എപ്പോഴും ദൈവീകങ്ങളായിട്ടുള്ള വാസനകളായിക്കൊള്ളണമെന്നില്ല. നമ്മുടെ സഹജമായ വാസനകൾ ചിലപ്പോൾ പലപ്പോഴും ആസുരികവുമാകാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളിലെ പോസിറ്റിവിറ്റിയേക്കാൾ സ്ട്രെങ്ത് നമ്മുടെ നെഗറ്റിവിറ്റിക്കാണെങ്കിൽ, നമ്മുടെ വാസനകൾക്ക് സദ്വാസനകളല്ല ദുർവാസനകൾക്കാണ് ആധിക്യമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മഹർഷീശ്വരന്മാർ യാതൊരു സംശയവും കൂടാതെ പറയും, നിങ്ങളുടെ വാസനയ്ക്കനുസരിച്ച് ശരിയായ രീതിയിൽ പ്രവർത്തിക്കണം. ഉദാഹരണങ്ങൾ 2-3 തരാം. അത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ദിവസം തീരും. വളരെ വിശദമായിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടാണ് പതുക്കെ പോകുന്നത്. ഓരോന്നും അതിന്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കി പോകണം എന്ന ഒരു വിചാരത്തിലാണ് നമ്മൾ ഇങ്ങനെ പോകുന്നത്. അല്ലെങ്കിൽ ഇത് മുഴുവൻ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു തീർക്കുകയും ചെയ്യാം. പക്ഷെ മനസ്സിലാക്കി പോകണം എന്നുള്ളത് കൊണ്ടാണ് പതുക്കെ പോകുന്നത്. നമ്മളിലെ നെഗറ്റീവ് വാസനകളാണ് കൂടുതലെങ്കിൽ, ഉദാഹരണത്തിന് കക്കുക എന്നുള്ളതാണ് എന്റെ ലേറ്റന്റ് ടെൻഡൻസി എങ്കിൽ ഞാൻ എന്ത് ചെയ്യും? നല്ലവണ്ണം കക്കണം.
എനിക്ക് കക്കാൻ വേണ്ടിയിട്ട് മഹർഷീശ്വരന്മാര് ചോരശാസ്ത്രവും എഴുതി തന്നു. ചോരശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവ് സുബ്രഹ്മണ്യസ്വാമിയാണ്. സുബ്രഹ്മണ്യസ്വാമിയാണ് എങ്ങനെ കക്കണം, എപ്പോ കക്കണം, ആരെ കക്കണം, ഇതിനൊക്കെ നിയമങ്ങളുണ്ട്. എല്ലാവരും കക്കാനൊന്നും പാടില്ല, എപ്പോഴും കക്കാനൊന്നും പാടില്ല. കക്കാനൊക്കെ ചില നിയമങ്ങളുണ്ട്. ആരെ കക്കണം, ആരുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കണം, ഒക്കെ നിയമങ്ങളുണ്ട്. പണ്ട് ഇങ്ങനെ നല്ലവണ്ണം കട്ടിരുന്ന ഒരു പെരുങ്കള്ളനുണ്ടായിരുന്നു. ആ പെരുങ്കള്ളൻ തന്ന സംഭാവനയാണ് മഴക്കാലത്ത് നമ്മൾ വായിക്കുന്ന പുസ്തകം വാത്മീകിയുടെ രാമായണം. വാത്മീകി മഹാകള്ളനായിരുന്നു, ഹൈവേ റോബറായിരുന്നു. ഹൈവേ റോബറായിരുന്ന രത്നാകരൻ എന്നും ഡ്യൂട്ടിക്ക് ഹാജരായിരുന്നു. ഒരു ദിവസം പോലും അദ്ദേഹം ലീവ് എടുത്തതായിട്ട് പുരാണങ്ങൾ പറയുന്നില്ല. അദ്ദേഹത്തിന് വീക്കെൻഡ്സും ഉണ്ടതായിട്ട് പറഞ്ഞിട്ടില്ല. സിക്ക് ലീവ് എടുത്തതായിട്ടും പറയുന്നില്ല. കാഷ്വൽ ലീവ് ഉള്ളതായിട്ടും പറയുന്നില്ല. ധർമ്മം അനുസരിക്കുന്നവന് ലീവില്ല. പരധർമ്മം അനുസരിക്കുന്നവനാണ് എപ്പോഴും ലീവ്. സഹജമായ സ്വഭാവാനുസൃതം പെരുമാറുന്ന ഒരാൾക്ക് ആ സഹജതയിൽ നിന്ന് ലീവില്ല. ഇപ്പം എല്ലാവരും ആർക്കൊക്കെയോ വേണ്ടി ജോലി ചെയ്യുന്നത് കൊണ്ട് 2 ദിവസം ആഴ്ചയിൽ ലീവ്, 2 ദിവസം പോരാതെ വരുന്നത് കൊണ്ട് 10 ദിവസം കളക്റ്റീവ് ലീവ്, അങ്ങനെ വെക്കേഷൻസും ഒക്കെ പലതരം. പരധർമ്മമാണ് ഇപ്പം അനുഷ്ഠിക്കുന്നത്. സ്വധർമ്മമായിരുന്നു അനുഷ്ഠിച്ചിരുന്നെങ്കിൽ ലീവില്ല. അതുകൊണ്ട് രത്നാകരൻ ലീവ് എടുത്തതായിട്ട് പുരാണങ്ങൾ പറയുന്നില്ല. കൃത്യമായിട്ട് ഡ്യൂട്ടിക്ക് ഹാജരാണ്. ഡ്യൂട്ടിക്ക് ഒരു ഇൻഫ്ലുവൻസും അംഗീകരിക്കില്ല. ഒരാളുടെ റെക്കമെൻഡേഷനും അദ്ദേഹം സ്വീകരിക്കില്ല. ആ വഴിയെ പോകുന്ന ആരെയും അദ്ദേഹം പിടിച്ചു പറിച്ചിരിക്കും, ഇർറെസ്പെക്റ്റീവ് ഓഫ് ദെയർ പൊസിഷൻ. വലിയ വലിയ ആൾക്കാരായിരിക്കാം, പക്ഷെ അദ്ദേഹം പിടിച്ചു പറിച്ചിരിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സപ്തഋഷികൾ എന്ന VVIPs അതിലേക്ക് കടന്നു പോവാൻ ഇടയായത്. അവർ VVIPs ആണ്. ഏത് ലോകത്തിൽ വേണമെങ്കിലും അനുവാദമില്ലാതെ കടന്നു ചെല്ലുവാനും, വിഷ്ണുവിനോടായാലും പരമശിവനോടായാലും ബ്രഹ്മാവിനോടാണെങ്കിലും എന്തു വേണമെങ്കിലും റെക്കമെൻഡ് ചെയ്യുവാൻ ശക്തിയുള്ള സപ്തഋഷികൾ ആ വഴിയെ കടന്നുപോയപ്പോഴും ഇദ്ദേഹം തടഞ്ഞു നിർത്തി. ഇദ്ദേഹം പറഞ്ഞു, അതും സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിട്ടാണ് തടഞ്ഞു നിർത്തുക. തടഞ്ഞു നിർത്തുന്നവർക്ക് അദ്ദേഹത്തിന്റെ വിസിറ്റിംഗ് കാർഡ് കാണിച്ചു കൊടുക്കും. രത്നാകരൻ ഹൈവേ റോബർ, പിടിച്ചു പറയാണ് പണി. അതായത് നിഷ്കപടനാണ് അദ്ദേഹം എന്നർത്ഥം. ഒളിച്ചു വയ്ക്കുകയൊന്നുമില്ല. ഞാൻ കള്ളനാണെന്നുള്ളത് അദ്ദേഹം എല്ലാവരോടും പറയും. VVIPs ആയിട്ടുള്ള അത്രിയാദി സപ്തഋഷികള് അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾ വലിയ ആൾക്കാരാണ്, ഞങ്ങളെ വെറുതെ വിടണം, ഞങ്ങളെ തടഞ്ഞു നിർത്തിയാൽ പ്രശ്നങ്ങളുണ്ടാവും, ലോ ആൻഡ് ഓർഡർ ഇഷ്യൂസ് ഉണ്ടാക്കാൻ പറ്റും ഞങ്ങൾക്ക്. ഇദ്ദേഹം പറഞ്ഞു, റെക്കമെൻഡേഷൻസ് ആർ നോട്ട് അക്സെപ്റ്റഡ്. നിങ്ങൾ വലിയ ഇൻഫ്ലുവൻഷ്യൽ ആയിരിക്കാം, പക്ഷെ ഞാൻ എന്റെ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കില്ല. നമ്മളായിരുന്നെങ്കിലോ VVIPsനെ കാണുന്ന മാത്രമേ തന്നെ വാലും ചുരുട്ടി അവരെ പോകാൻ അനുവദിക്കും. ധർമ്മമൊക്കെ നിവൃത്തിയില്ലാത്തവരോടും നിവൃത്തിയുള്ളവരോട് തോന്നുന്നതും ചെയ്യുന്നവരാണ് നമ്മൾ. അവർ അങ്ങനെയായിരുന്നില്ല. അദ്ദേഹം തടഞ്ഞു നിർത്തി. ഇവർ തമ്മിലൊരു സംവാദമുണ്ടായി. ആ സംവാദത്തിന്റെ പരിണത ഫലമായിട്ട് രത്നാകരൻ വാത്മീകിയായി തീർന്നു. നിഷ്കപടനായ കള്ളനു പോലും പ്രാപിക്കാൻ സാധിക്കുന്ന മഹർഷിപദം നൽകുന്ന നാട്. ഇത് രത്നാകരന്റെ മാത്രം കഥയല്ല. മഹിഷാസുരൻ, ഭസ്മാസുരൻ തുടങ്ങിയ എല്ലാ അസുരന്മാരും അവരുടെ ആസുരിക രീതി അനുസരിച്ച് മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ. ആ പ്രവൃത്തിയുടെയൊക്കെ പരിണത ഫലമായിട്ട് ദേവതമാർ ആവിർഭവിച്ചു. ദേവതമാരുടെ വാളിനും ത്രിശൂലത്തിനുമൊക്കെ ഇരയായി അവർ മരിച്ചു. ഞാനൊരു ചെറു ചോദ്യം ചോദിച്ചു കൊള്ളട്ടെ. സാക്ഷാൽ പരാശക്തി മഹിഷമർദ്ദിനിയായിട്ട് അവതരിക്കുമെങ്കിൽ ഞാനൊരു മഹിഷാസുരനായി തീരാൻ തയ്യാറാണ്. നിങ്ങളോ? എന്നെ കൊല്ലാൻ, എന്റെ ആസുരിക പ്രവൃത്തികളെ ഇല്ലാതാക്കാൻ, നിഷ്കപടമായി ഞാൻ അനുവർത്തിക്കുന്ന സഹജമായ എന്റെ ആസുരിക പ്രവൃത്തികളെ ഇല്ലാതാക്കാൻ സാക്ഷാൽ പരാശക്തി ആവിർഭവിക്കുമെങ്കിൽ മഹർഷിമാരുടെ മനത്താമരകളിൽ പോലും പൂർവജന്മ സുഹൃതം കൊണ്ട് മാത്രം തെളിഞ്ഞു കാണുന്ന ആ പാദപത്മങ്ങൾ, ചെമ്പഞ്ഞിച്ചാറു പുരട്ടിയ ആ പാദപത്മങ്ങൾ എന്റെ കഠോരമായ നെഞ്ചത്താ മഹാദേവി ഒന്ന് അമർത്തുമെങ്കിൽ, എന്റെ കഴുത്തിൽ ആ ദേവിയുടെ തൃക്കരങ്ങളിലെ ത്രിശൂലമാഞ്ഞു പതിക്കുമെങ്കിൽ, എന്റെ പങ്കിലമായ രക്തം ആ മഹാദേവി പാനം ചെയ്യുമെങ്കിൽ, ഒരു പ്രാവശ്യമല്ല 1000 പ്രാവശ്യം മഹിഷാസുരൻ മാത്രമല്ല, മഹിഷാസുരനെ പോലെയുള്ള ഏതസുരനാകാനും ഞാൻ തയ്യാറാണ്. നിങ്ങളെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നിങ്ങളെങ്ങനെയാണെന്ന് അറിയേണ്ട ആവശ്യവും എനിക്കില്ല.
അതുകൊണ്ട് ആസുരികമായതാണെങ്കിൽ പോലും സഹജമാണെങ്കിൽ അതിന്റെ നിഷ്കപടമായിട്ടുള്ള അനുവർത്തനമാണ് ധർമ്മം. ആ ധർമ്മത്തിന്റെ മുന്നോട്ടുള്ള ഗതി ശ്രേയസ്കരമാകാതിരിക്കാൻ വഴിയുമില്ല. അതിന്റെ അർത്ഥം കളവും കൊലയുമൊക്കെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു എന്നല്ല. സഹജമായ സ്വഭാവത്തെപ്പറ്റി പറയുമ്പോൾ നെഗറ്റീവായിട്ടുള്ള അംശങ്ങളെക്കുറിച്ചും പരാമർശിക്കാതെ ഞാൻ പോയാൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണാതെ പോകും. അതുകൊണ്ടാണ് ദൈവാധീനത്തിന് മനുഷ്യൻ അസുരനുമല്ല. അതുകൊണ്ട് നമ്മളിലൊക്കെ ആസുരികമായിട്ടുള്ള ക്വാളിറ്റീസ് ഉണ്ടാകാം, പക്ഷെ ദൈവീകമായിട്ടുള്ളതും ഉണ്ടാകാതിരിക്കില്ല. അതിനെ കണ്ടുപിടിച്ച് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മുടെ പ്രവൃത്തികളെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് സ്വായത്തമാകുന്നതാണ് സ്ഥിരവും അസ്ഥിരവുമായ സുഖങ്ങൾ. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഇന്ന് നമ്മുടെ സമയം ഇവിടെ കഴിഞ്ഞു, 8 മണി ആയി. നാളെ നമ്മൾ ഈ ധർമാർത്ഥ കാമ മോക്ഷങ്ങളിലൂടെ പ്രയാണം ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമാകുന്ന വർണ്ണാശ്രമങ്ങളും ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര വർണ്ണങ്ങളും ബ്രഹ്മചര്യ ഗാർഹസ്ഥ്യ വാനപ്രസ്ഥ സന്യാസങ്ങളും അതിനെക്കുറിച്ച് നമ്മൾ നാളെ ചിന്തിക്കും. നാളെ നമ്മൾ വർണ്ണാശ്രമധർമ്മങ്ങളെക്കുറിച്ചും സമൂഹത്തിനോടുള്ള നമ്മുടെ പ്രതിബദ്ധതയായിട്ടുള്ള പഞ്ചമഹായജ്ഞങ്ങളെക്കുറിച്ചുമൊക്കെ വളരെ വിശദമായിട്ട് നാളെ നമ്മൾ സംസാരിക്കും. നാളെ കഴിഞ്ഞാൽ പിന്നെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഓരോ ദിവസവും എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, മഹർഷീശ്വരന്മാരുടെ ചിന്തയിൽ നിന്ന് നമ്മുടെ പ്രവർത്തന രീതിയെ, അതിൽ ധ്യാനവും കർമ്മവും ജ്ഞാനവും എല്ലാം വരും. അതിനെയെല്ലാം കൂടി നമ്മൾ വിശദമായിട്ട് നോക്കും. അപ്പോൾ ഇന്ന് നമ്മൾ നാളെ മുതലുള്ള ദിവസങ്ങൾക്ക് അനിവാര്യമായ അടിത്തറ പാകി ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഇത് 4 ഹിന്ദുക്കൾക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. മലയാളികൾക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ഇത് ലോകത്തെമ്പാടുമുള്ള സകല മനുഷ്യർക്കും പ്രായോഗികമായതാണ്. ഇത് പഴയ കാലത്ത് മാത്രമേ ശരിയായിട്ടുള്ളൂ, ഇപ്പോഴത്തെ കാലത്ത് ശരിയല്ല എന്ന് പറയാൻ പറ്റുമോ? അതും പറ്റില്ല. അതുകൊണ്ട് മഹർഷീശ്വരന്മാരുടെ ചിന്തകൾ ആനുകാലികം, പ്രസക്തം, പ്രായോഗികം. അതാണ് ഏറ്റവും സെക്യുലറായിട്ടുള്ള കാഴ്ചപ്പാട്. നമ്മൾ ഇന്ന് സെക്യുലറാണ് എന്ന് പറയുന്നതല്ല. ഇന്നത്തെ സെക്യുലറിസം എന്ന് പറയുന്നത് കപടതയാണ്. വരുന്ന ദിവസങ്ങളിലെല്ലാം നമ്മൾ അതൊക്കെ വിശദമായിട്ട് പരിശോധിക്കും. മഹർഷീശ്വരന്മാർ മുന്നോട്ട് വെച്ചിട്ടുള്ള സംസ്കാരം മാത്രമാണ് സെക്യുലർ എന്ന് നമ്മൾ തിരിച്ചറിയുകയും ചെയ്യും. അതിനുവേണ്ടി തൽക്കാലത്തേക്ക് നാളെ കാണുന്നതുവരെ നമ്മൾ പിരിയുന്നു. അതുവരെ നമസ്കാരം.